സ്നേഹിക്കുന്ന പ്രിയ പിതാവേ, സകല ഹൃദയങ്ങളെയും അറിയുന്നവനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്ത പ്രകാരം ബ്ലസ് അബുദാബി എന്ന പേരിൽ ഈ ദേശത്തെ അനുഗ്രഹിപ്പാൻ ഇത്തരത്തിലൊരു യോഗം അങ്ങ് ക്രമീകരിച്ചതിനായി സ്തോത്രം. ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ നീ ഞങ്ങളെ സമർത്ഥി അനുഗ്രഹിക്കണമേ. അനേക പുതിയ റെവലേഷൻസ് ഞങ്ങൾക്ക് തരുമാറാകണമേ. അനേക മർമ്മങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തി തരുമാറാകണമേ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ സർവഭൂമിയും അവൻ്റെ പരിജ്ഞാനത്താൽ നിറഞ്ഞു വരുവാൻ ഇടയാക്കുമാറാകണമേ. എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും. ആ ഒരു സുദിനം ഞങ്ങളതിനായി ആകാംക്ഷിക്കുന്നു. അതിനുവേണ്ടി എന്തു വിലയും കെട്ടിവെച്ച്, ആരെ കെട്ടിവെച്ചുകൊണ്ട് നെഞ്ചും നെറ്റിയും കൊടുത്ത് ഈ സാമ്രാജ്യത്തിൻ്റെ, അഴിയാത്ത സാമ്രാജ്യത്തിൻ്റെ വിസ്താരത്തിന് വേണ്ടി അധ്വാനിപ്പാൻ, പ്രവർത്തിപ്പാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാടും വീടും വിട്ട് ജോലിയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നീ അവരെ അനുഗ്രഹിക്കണം. ജോലികളിൽ ഏറ്റ നേരങ്ങളിൽ ഉയർച്ച കൊടുക്കണമേ. അനേകരുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ സേവിക്കുന്ന മക്കളുടെ ജോലി അത് പടിപടിയായി ഉയരുവാൻ, സൂര്യൻ മധ്യാഹ്നത്തിൽ കത്തി ജ്വലിക്കുന്നത് പോലെ അവരുടെ ജീവിതങ്ങൾ ഉയർന്നു വരുവാൻ ഇടയാക്കണമേ. വിട്ടുവന്ന പ്രിയപ്പെട്ടവർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ പേരൻസ്, അവരുടെ ഭാര്യമാർ, അവിടെ പഠിക്കുന്ന മക്കൾ ദൈവത്തിൻ്റെ വഴിയിൽ നടപ്പാൻ ഇടയാക്കണമേ. ദൈവത്തെ അറിയുവാൻ ഇടയാക്കണമേ. ദൈവഹിതം ചെയ്യാൻ ഇടയാക്കുമാറാകണമേ. ഈ മീറ്റിംഗ് മുഖാന്തരം ഒരു വലിയ മാറ്റം നീ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അൻപുള്ള ആണ്ടവരെ, இந்த இடத்தில் உம்முடைய சத்தத்தை கேட்கும்படியாக உம்முடைய பாதபீடத்தில் அமர்ந்திருந்து ஆராதனை செய்ய கடந்து வந்த மக்களுக்காக ഞാൻ വേണ്ടി കൊള്ളുகிறேன். ദുഃഖത്തിൽ, തുയരത്തിൽ, വറുമയിൽ, കഷ്ടത്തിൽ, എவ்வளோ വ്യാധികളിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾ, അവിടെ തായ് തകപ്പന്മാർ, മனைவிകൾ, പിള്ളകൾ, അവർക്കാக പ്രാർത്ഥന ചെയ്യുகிறேன். அன்புள்ள ஆண்டவரே, அவருக்கு ஒரு அமைதியை நீ നൽക வேண்டும். அவருடைய வாழ்க்கையில் சுக வாழ்வை கொடுக்க வேண்டும். கஷ்டங்கள் வரமகள் நீங்க வேண்டும். கர்த்தருக்கென்று மெய்யான தேவனாகிய உம்மை கண்டடைய உள் கண்ணுகளை நீ துறக்க வேண்டும் என்று வேண்டிக் கொள்கிறேன். அன்புள்ள ஆண்டவரே, அவருக்கு சுக வாழ்வை கொடும். அன்புள்ள ஆண்டவராக இயேசு மெய்யான கடவுள் என்று அவர் கண்டு ஏற்றுக்கொண்டு இந்த இடம் விட்டு கடந்து செல்ல பரிசுத்தாவினர் அசவாடி கிரியை செய்ய வேண்டும் என்று வேண்டிக் கொள்கிறேன். நோயோடு கடந்து வரப்பட்டவர்கள் நீ அவருக்கு பரிபூர்ண சுகத்தை, சௌக்கியத்தை அருளி விடுதலோடு கடந்து செல்ல நீ கிருபை அருள வேண்டும் என்று பிரார்த்தனை செய்கிறேன். இயேசுவின் நாமத்தில் ஜெபிக்கிறோம் நல்ல பிதாவே. ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. Praise the Lord. ഈ എളിയവനായ എനിക്കും എൻ്റെ പ്രിയ ഭാര്യയ്ക്കും ശ്രേഷ്ഠരായ നിങ്ങളുടെ മധ്യ നിൽപ്പാൻ കർത്താവ് നൽകിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Praise the Lord. നമ്മുടെ പിതാക്കന്മാർ ഈ വേദപുസ്തകം കയ്യിലെടുത്തു. അവിടെ വിശ്വാസത്തിന് വേണ്ടി അനേക ത്യാഗങ്ങൾ സഹിച്ചു, അനേക നിന്ദകൾ, അപമാനങ്ങൾ സഹിച്ചു. അതിൻ്റെ ഫലമായി അവരുടെ മക്കളെ അനേക നിലകളിൽ ഉയർത്തി. അവർ പോലും ചിന്തിക്കാത്ത നിലകളിൽ അനേക വിദേശ കാരണം നമ്മുടെ നന്മയല്ല, അവൻ്റെ പുറകിൽ പലർ വില കെട്ടി വെച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾ ഇന്നത്തെക്കാളും ഉയർന്ന നിലയിൽ ഉയരുവാൻ നിങ്ങളവർക്ക് പാത കാണിച്ചു കൊടുക്കണം. ഇന്ന് സാധാരണ വന്നെത്തിയിരിക്കുന്നത്, ഞാൻ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നവനാണ്. ഇന്നെത്തിയിരിക്കുന്നത് അവർ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു നല്ല സുവിശേഷകനായി തീരണം, അവരെക്കാളും നല്ലവണ്ണം അധ്വാനിക്കണം. ഇതാണ് അവരാഗ്രഹിക്കുന്നത്. എന്നിട്ട് ഈ പിള്ളേർ പ്രായമാകുമ്പോൾ അവരുടെ ചിന്തയെല്ലാം മമ്മിയും പപ്പയുമാണ് അവർ ഓർക്കുന്നത്. എന്ത് ചെയ്യുന്നു? ഒരു നല്ല ഉദ്യോഗം ചെയ്യുന്നു, ബാങ്കിൽ ധാരാളം പണം നിക്ഷേപിക്കുന്നു, ഒരു നല്ല വീടുണ്ട്, ഒരു നല്ല ഉയർന്ന കാറുണ്ട്. ഇവർ ആരോടും സുവിശേഷം പറയുന്നില്ല. എന്നാൽ ഇവരുടെ ആഗ്രഹം പിള്ളേർ സുവിശേഷം പറയണം. കുറെ കഴിയുമ്പോൾ ഈ പിള്ളേരുടെ ചിന്ത മാരേജ് ചെയ്യണം, ഒരു നല്ല ഉദ്യോഗം നോക്കണം, ഒരു കാർ വാങ്ങണം, ഒരു വീട് വെക്കണം, ബാങ്കിൽ ഒരു നല്ല നിക്ഷേപം ചെയ്യണം. അവരുടെ മക്കൾ സുവിശേഷ വേല ചെയ്യണം. ആര് സുവിശേഷ വേല ചെയ്യണം? അവിടെ മക്കളാകുമ്പോഴും ഇതാണ് അവർ ചെയ്യുന്നത്. യു ഹിയർ മീ? നിങ്ങളുടെ
മക്കൾ സുവിശേഷ വേല ചെയ്യണമെങ്കിൽ അവരെ നിങ്ങൾ കൊണ്ടുപോയി സുവിശേഷ ഫീൽഡിൽ സുവിശേഷ വേല എന്താണെന്ന് അതിൻ്റെ രുചി കാണിച്ചു കൊടുക്കണം. എപ്പോൾ? അവിടെ ടീനേജ് പ്രായമുള്ളപ്പോൾ. ഒരു സംഭവം പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ജോൽ ഓസ്റ്റിൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ ചർച്ച ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്കത് 1 മണിക്കൂർ വന്ന് പ്രസംഗിക്കും. എന്നെ കാണാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആഫ്രിക്കയിൽ ഒരു ക്രൂസൈഡിന് കടന്നുപോയപ്പോൾ തൻ്റെ മൂത്ത മകൻ പോൾ ഓസ്റ്റിനെ കൂടെ കൊണ്ടുപോയി. അന്നവന് 8-9 വയസ്സ് പ്രായമാണ്. ആഫ്രിക്കയിലെ ഗ്രാമവർഗക്കാരുടെ ഇടയിലെ ജീവിതം, അവർ പെടുന്ന പാടുകൾ, കഷ്ടങ്ങൾ, അവരുടെ ദാരിദ്ര്യം ആ കണ്ട പിഞ്ചു പൈതലിൻ്റെ ഉള്ളത്തിൽ ആണി കൊണ്ട് എഴുതിയതുപോലെ എഴുതി. ഇതാർക്കും അറിയത്തില്ലായിരുന്നു. ജോൺ ഓസ്റ്റിനും പോയ ടീമും മടങ്ങി അമേരിക്കയിലേക്ക് കടന്നു വന്നു. ഈ പോൾ ഓസ്റ്റിൻ പഠിക്കാൻ ആരംഭിച്ചു. നല്ല ബുദ്ധി കൊടുത്തു. ഒരു ഡോക്ടറായി, ഡെന്റൽ ഡോക്ടറായി, ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറായി മാറി. ആ ആഫ്രിക്കയിൽ തൻ്റെ 8ാമത്തെ 9ാമത്തെ വയസ്സിൽ കണ്ട ചിത്രം തൻ്റെ മനസ്സിനോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഒരു തീരുമാനമെടുത്തു. ഇവിടെ ഉന്നതമായ നിലയിൽ ലക്ഷക്കണക്കിന് രൂപ മാസം സമ്പാദിച്ച് ജീവിക്കുന്നതിനേക്കാളും മോശം മിശ്രമിലെ നിക്ഷേപങ്ങളെക്കാളും ഫറവോന്റെ പുത്രരുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനെയും നിരസിച്ച് ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിപ്പാൻ ഇറങ്ങിയതുപോലെ തൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് അതേ ആഫ്രിക്കക്കാരുടെ ഇടയിലേക്ക് കടന്നുപോയി. ഞാൻ നിങ്ങളോട് തൊഴുത് ഒരു കാര്യം പറയാം. നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ആവശ്യമാണ്. ഒരു +2 കഴിയുമ്പോൾ 1 ഇയറോ 2 ഇയറോ ഒരു നല്ല ബൈബിൾ കോളേജിൽ അവരെ ചേർത്ത് പഠിപ്പിക്കണം. ദൈവത്തെക്കുറിച്ച് അറിയട്ടെ, ആത്മീയ ജീവിതത്തിൽ വളരട്ടെ. അതിനുശേഷം കോളേജിൽ പോകുമ്പോൾ ലോകത്തിൻ്റെ ഇളുപ്പ് ശക്തിയിൽ അവർ പെടാതെ വണ്ണം അതിനെ ഓവർകം ചെയ്ത് കോളേജുകളിൽ ഒരു ഉണർവുണ്ടാക്കുവാൻ നിങ്ങളുടെ സന്താനങ്ങളെ ദൈവം ഇടയാക്കി തീർക്കും. ഞാൻ പറയുന്നത് സത്യമാണ്. ഏറ്റെടുക്കാൻ ഇതവർക്ക് ഭാവി നഷ്ടമല്ല, നമ്മുടെ ഭാവിയെ യഥാർത്ഥ പാതയിൽ കാണിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറയുക, ഇതൊരു നല്ല ബുക്കാണ്, നോട്ട് ബുക്കാണ്. നിങ്ങൾ പറയും ഇതുവരെ പൗലോസ് നോ പ്രോബ്ലം, സംതിങ് ഹാപ്പൻഡ്. ഞാൻ പറയുക ഇതൊരു നോട്ട് ബുക്കാണ്. നിങ്ങളുടെ കാതിൽ കേൾക്കുന്ന ശബ്ദം ഇത് നോട്ട് ബുക്കാണ്. നിങ്ങളുടെ കണ്ണിൽ കാണുന്നത് ഇതൊരു പേനയാണ്. നിങ്ങളുടെ കാതിൽ കേൾക്കുന്നതിനെ മക്കൾ വിശ്വസിക്കത്തില്ല. നിങ്ങളുടെ കണ്ണ് കാണുന്നതേ മക്കൾ വിശ്വസിക്കത്തുള്ളൂ. നീ എത്രമാത്രം ജനങ്ങൾ സുവിശേഷം പറയണം എന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്താൽ അവരത് കാണും, അവരതിനെ ഫോളോ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ലോക സിസ്റ്റത്തിന് ഇത് എതിരാണ്, അവരത് ചെയ്യത്തില്ല. പക്ഷേ യേശു പറഞ്ഞു, മുമ്പ് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിപ്പാനുള്ളത് എല്ലാം അവൻ നൽകും. മുമ്പെന്ന് പറഞ്ഞാൽ മുമ്പ്, പിമ്പെന്ന് പറഞ്ഞാൽ പിമ്പ്. ആമേൻ. പല്ല് തേക്കുന്നു രാവിലെ, എല്ലാവരും പല്ല് തേക്കും അല്ലേ? പേസ്റ്റ് എടുത്ത് വെച്ചിട്ട് പല്ല് തേക്കും, അതോ പല്ല് തേച്ച് പിന്നാലെ പേസ്റ്റ് വയ്ക്കും? ആദ്യം ചെയ്യും, പേസ്റ്റ് വയ്ക്കും, പിന്നെ പല്ല് തേക്കും. അപ്പോൾ മുമ്പ് അവൻ്റെ രാജ്യം നീ അന്വേഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതന്വേഷിച്ചാൽ മതി, ബാക്കിയെല്ലാം പിന്നാലെ വരും. നമ്മുടെ മൈൻഡ് സെറ്റപ്പ് അങ്ങനെയല്ല. അത് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ദൈവരാജ്യം അന്വേഷിക്കാം. യേശു പറഞ്ഞതിനെ തിരുത്തരുത്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മൾ തറപ്പിച്ച് പറയും. അങ്ങനെയെങ്കിൽ ഇതും തറപ്പിച്ച് പറയണം. ഒരു പുതിയ ചേഞ്ച് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്ന വിഷയം ഗോഡ്സ് പർപ്പസ് ആൻഡ് അവർ റെസ്പോൺസിബിലിറ്റി. ദൈവത്തിൻ്റെ ഉദ്ദേശവും നമ്മുടെ ഉത്തരവാദിത്വവും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളത് ഏറ്റെടുക്കണം. അബുദാബി ഇത് ബ്ലെസ്സിംഗ് ആയി തീരണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ ചില കാര്യങ്ങളിൽ ഒരു ചേഞ്ച് ഉണ്ടാകണം. നമ്മുടെ ചില വിശ്വാസങ്ങളിൽ ഒരു ചേഞ്ച് ഉണ്ടാകണം. നമ്മുടെ പോക്കിൽ ഒരു മാറ്റം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്തിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവ്, കർത്താവിൻ്റെ മണിയറവാസം, അവൻ്റെ ലോകത്തിൽ 1000 എണ്ണത്തെ വാഴ്ച, പിന്നെ പുതിയ യെരൂശലേം, അതിനെക്കുറിച്ച് മനോഹരമായി ചിത്രീകരിക്കും. അതെല്ലാം ആവശ്യമാണ്. എന്നാൽ സുവിശേഷീകരണം എന്നുള്ള ഒരു പരമസത്യം മാഞ്ഞു പോകാനിടയായി. ഇതിന് മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെയും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. 1ാം നൂറ്റാണ്ടിൽ ഉണർവിൻ്റെ കാരണം അതായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
ലോകത്തിൽ ഉണർന്നു നടന്ന മിക്ക ഇടങ്ങളിൽ ഞാൻ പേഴ്സണലായി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അമേരിക്കയിൽ അസൂസ സ്ട്രീറ്റ് നടക്കപ്പെട്ട റിവൈവൽ, 2 വെയിൽസിൽ നടക്കപ്പെട്ട റിവൈവൽ, 3 പെൻസിക്കോൾ നടക്കപ്പെട്ട റിവൈവൽ ഞാൻ ഇവിടെ പ്രീച്ച് ചെയ്തിട്ടുണ്ട്. ടൊറോണ്ടോ ബ്ലെസ്സിംഗ് ഇവിടെ ഞാൻ പ്രീച്ച് ചെയ്തിട്ടുണ്ട്. ടൊറോണ്ടോ ഞാൻ പ്രീച്ച് ചെയ്തിട്ടില്ല, പെൻസിക്കോളിൽ പ്രീച്ച് ചെയ്തിട്ടുണ്ട്, ടീച്ച് ചെയ്തിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് ശക്തമായി ആ മീറ്റിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. ജനം ഉരുണ്ടതും ജനം ആത്മാവിൽ നിറഞ്ഞതും എന്നാൽ വിവരിപ്പാൻ സാധ്യമല്ല. ഒരു കുപ്പി ഗ്ലാസ് കീഴേറ്റ് ഉടയുന്നത് പോലെ ഉള്ളങ്ങൾ ഉടയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദേശം മാറണമെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ മാറി വരണം. പ്രൈസ് ദി ലോർഡ്. ജനങ്ങളുടെ ഇടയിൽ ഒരു ഐക്യമുണ്ടാകണം. ഐക്യത്തിനു വേണ്ടി എന്തും വിട്ടുവിടുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഐക്യമുണ്ടാകണമെങ്കിൽ കുറ്റങ്ങളെ സമ്മതിപ്പാൻ, ആ കുറ്റങ്ങളെ സമ്മതിക്കുമ്പോൾ അത് ഏറ്റുപറയുവാൻ, അടുത്ത് നമ്മൾ ക്ഷമിപ്പാൻ തയ്യാറാകണം. അത് ഒരു വില കെട്ടി വെക്കേണ്ടി വരും. അബ്സല്യൂട്ട്ലി ട്രൂ. നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ നിങ്ങൾ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ സാത്താൻ ജയിക്കേണ്ടി വരും. അബ്രഹാം വിട്ടുകൊടുത്തു, ലോത്ത് വിട്ടുകൊടുത്തില്ല. വിട്ടുകൊടുത്ത അബ്രഹാമിന് ഒന്നും നഷ്ടപ്പെടാതിരുന്നപ്പോൾ വിട്ടുകൊടുക്കാത്ത ലോത്തിന് സകലവും നഷ്ടപ്പെട്ടു. നമ്മുടെ സഭകൾ വളരുവാൻ, നമ്മുടെ കുടുംബങ്ങൾ വളരുവാൻ, നമ്മുടെ മൂവ്മെന്റുകൾ വളരുവാൻ, ഒരു പുതിയ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ദേശം യേശുവിന്റെ കൊടിക്കീഴിൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗോഡ്സ് പർപ്പസ്. യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം എടുക്കാം. യെശയ്യാ 9-ാം അധ്യായം. ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ബുക്കുകൾ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ഉള്ള പല ഭാഷകളിൽ ഈ ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ കോപ്പി തീർന്നത് കൊണ്ടാണ് ഞങ്ങൾ സെറാക്സ് എടുത്ത് കൊടുക്കുന്നത്. അത് വായിച്ചിട്ടുള്ള അനേക ബൈബിൾ കോളേജ് സ്റ്റുഡൻസുകൾ, അനേക സഭകളിലെ ആളുകൾ സുവിശേഷ വിലയെക്കുറിച്ച് ഇഗ്നേറ്റ്, ഒരു ഫയർ, ഒരു ഉന്തുതൽ ഉണ്ടാകാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഈ നെയ്മേ കർത്താവ് തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കുറച്ച് കോപ്പികളേ ഉള്ളൂ. നിങ്ങളത് മറന്നുപോകാതെ വാങ്ങിക്കൊണ്ട് പോകണം എന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു. അതും എൻ്റെ മെസ്സേജുകൾ, പല മെസ്സേജുകൾ MP3 ആക്കി കാറിൽ യാത്ര ചെയ്യുമ്പോൾ കേൾക്കത്തക്കവണ്ണം, അതെല്ലാം എൻ്റെ TV പ്രോഗ്രാമിനുള്ള മെസ്സേജുകളാണ്. അതുപോലെ 2 DVD ഉണ്ട്. ഒന്ന് ഇന്ന് രാമേശ്വരത്തിൽ നടക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണേണ്ടതാണ് എന്താണെന്ന്. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നടക്കപ്പെട്ട VBSൽ രാമേശ്വരം ഐലൻഡിൽ നിന്നും 2300 പിള്ളേർ കടന്നു വന്നു. ഇത് രാമേശ്വരത്ത് നടക്കുമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഏതോ ഭാഗത്തും നടക്കും. അതൊക്കെ നിങ്ങൾ കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള 2 മൂവി അതിനകത്ത് ഉണ്ട്. 2 മൂവി, പിന്നെ 2 MP3. അവരത് വിലയ്ക്ക് കൊടുക്കുകയല്ല, നിങ്ങളുടെ കാര്യങ്ങൾ എത്താൻ വേണ്ടി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും, പ്രയോജനകരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-7 വചനം വായിക്കാം. 6-7 വായിക്കാം. നമുക്ക് ഒരു ശിശു, മൈക്രോഫോൺ കൂടെ വായിക്കാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അടുത്ത് അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെട്ടിരിക്കും. അടുത്ത് അവന്റെ ആധിപത്യത്തിന്റെ വർധനവിന് സമാധാനത്തിനും അവസാനമുണ്ടാകില്ല. There will be no end. ഈ സാമ്രാജ്യത്തിന്റെ സമാധാനത്തിനും വർധനവിനും മറ്റു ഏതൊരു കക്ഷിയുടെയും വർധനവിനും ഒരു പീരീഡ് ഉണ്ടാവും. പിന്നെ പോയി കേൾക്കാനില്ല. ഇതിന്റെ സമാധാനത്തിനും വർധനവിനും അവസാനം ഉണ്ടാകില്ല. അത് വളർന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ മാത്രം വളരുകയല്ല, ഇപ്പോഴേ വളർന്നുകൊണ്ടിരിക്കും. യേശു ഭൂമിയിൽ വന്ന് ഭരിക്കുക മാത്രമല്ല, വരും ഭരിക്കും. ഇപ്പോഴേ അവിടെ ഇരുന്നു കൊണ്ട് ഭൂമിയെ ഭരിക്കും. ഹല്ലേലൂയ. He will be reigning. ആമേൻ. ഇതേ പ്രൊഫസി ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇതേ വാക്കുകൾ തന്നെയാണ് മറിയോട് പറഞ്ഞത്. അത് ആശ്ചര്യമാണ്. ആമേൻ. ലൂക്കോസ് സാധാരണ നമ്മൾ ഈ പോർഷൻ എടുക്കുന്നത് ക്രിസ്മസിന്റെ അന്ന് അല്ലെങ്കിൽ തലേനാള് എടുത്തു വെച്ച് വായിക്കും. പിന്നെ തുറക്കുന്നത് അടുത്ത ക്രിസ്മസിനാണ്. കാരണം അങ്ങനെയുള്ള ഭാഗം ഈ ഭാഗം. ആമേൻ. ഇന്ന് ക്രിസ്മസ് അല്ല, ഇനി നമുക്ക് 1 മാസം കൂടെ ഉണ്ട്. ആമേൻ. ലൂക്കോസ് സുവിശേഷം എടുക്കാം. 1-ാം അധ്യായം 30 മുതൽ
23 വരെ വായിക്കാം. മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അടുത്ത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും. അവൻ വലിയവനാകും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. അടുത്ത്, മറിയ ദൂതനോട്, ഓക്കെ, ഇതിൽ പറയുമ്പോൾ അവന്റെ രാജ്യമുണ്ട്. ആമേൻ. അതിന്റെ വളർച്ചയ്ക്ക് ഒരു എൻഡ് ഉണ്ടാകത്തില്ല. അത് വളർന്നുകൊണ്ടിരിക്കും. 25 വർഷത്തിന് മുമ്പുള്ളതിനേക്കാളും അവന്റെ രാജ്യം ഇന്ന് വളർന്നു. പ്രതീക്ഷിക്കാൻ ചിന്തിക്കാത്ത നിലയിൽ വളർന്നു. കർത്താവിന്റെ വരവ് ഇനിയും ഇതുപോലെ ഒരു ഡെറ്റക്സ് താമസിച്ചാൽ ഇതിനേക്കാൾ 100 മടങ്ങ് വളരും. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ വളരുകയല്ല, അതിനുവേണ്ടി വാരിയേഴ്സ് ആവശ്യമാണ്. അതിനുവേണ്ടി വയലന്റ് വാരിയേഴ്സ് ആവശ്യമാണ്. ജീവന് തൃണമൽ ഗണിച്ചുകൊണ്ട് എനിമി ക്യാമ്പിൽ കടന്നു പോകുവാൻ, അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ. പൗലോസോട് പറയുന്നു, പൗലോസിന്റെ കൺവേർഷനെ കുറിച്ച് 3 ഇടങ്ങളിൽ കാണാം. ആക്ട്സ് 9, ആക്ട്സ് 22, ആക്ട്സ് 26. ആമേൻ. ഈ 3 ഇടങ്ങളിലും വ്യത്യസ്തമായ കാര്യങ്ങളിൽ അത് ഒരിടത്ത് പറയുകയാണ്, ഞാൻ നിന്നെ നിയോഗിക്കുന്നതിന്റെ കാരണം നീ ഇരുളിൽ നിന്നും ജനത്തെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുവാൻ, സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ. ഇപ്പോൾ ഹല്ലേലൂയ. അവരെ ഒരു കിങ്ഡത്തിൽ നിന്നും, ഒരു കിങ്ങിന്റെ അധീനതയിൽ നിന്നും ഡെലിവറി ചെയ്ത് വേറൊരു കിങ്ഡത്തിലേക്ക്, വേറൊരു കിങ്ങിന്റെ കീഴിൽ കൊണ്ടുവരിക. ആ കിങ്ഡമാണ് ഗോഡ്സ് കിങ്ഡം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10 നമുക്ക് വായിക്കാം. ലൂക്കോസ് 2:10. ദൂതൻ ആട്ടിടയരോട് പറയുകയാണ്, പ്രത്യക്ഷപ്പെട്ട് ആട്ടിന്മാരെല്ലാം ഭയപരവശരായി പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ആര് പറയുന്നു? സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് വിശേഷിക്കുന്നു. സ്വർഗത്തിലെ പ്ലാൻ യേശു ഭൂമിയിൽ ജനിച്ചതിനാൽ സർവജനത്തിനും സന്തോഷമല്ല, മഹാസന്തോഷം. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. അങ്ങനെയെങ്കിൽ ഈ സന്ദേശം ജീവൻ പോകേണ്ടി വന്നാലും സകലരെയും അറിയിക്കണം. ഒന്ന് ചിന്തിക്കണം. സൂസൻ രാജധാനിയിൽ നിന്നും ഹാമാന്റെ തന്ത്രത്താൽ ഒരു ഡിഗ്രി പാസ്സായി. എന്ത്? യഹൂദന്മാരെ ഒരു കുറിപ്പിട്ട ടൈമിൽ എല്ലാരെയും നിഗ്രഹിക്കണം. ആ ദൂത്, ആ സന്ദേശം ആരെല്ലാം കേട്ടോ അവിടെയെല്ലാം കരച്ചിൽ, നിലവിളി, ചാക്ക് പുതച്ചുകൊണ്ട് വേദനയിൽ കഴിയുക. വേറൊരു സ്ത്രീ, ഒരു എസ്തർ, ജീവനെ തണവൽ ഗണിച്ചുകൊണ്ട് മരിച്ചാൽ മരിക്കട്ടെ, അവൾ കൊട്ടാരത്തിൽ രാജാവിന്റെ അടുക്കൽ പോകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് വേറൊരു ഡിഗ്രി പാസ്സായി. അവൾ പോകാതിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? അതുകൊണ്ട് വളരെ വേഗത്തിൽ പട്ടാളക്കാർ പുതിയ ഡിഗ്രിയുമായി യാത്ര ചെയ്യുകയാണ്. 120 പ്രോവിൻസ്, ഇന്ത്യ വരെ പല മാസങ്ങളെടുത്തു. ഏകദേശം 9 മാസം 10 ദിവസം എടുത്തു യാത്രയ്ക്ക്. ഇന്നത്തെ പോലെ യാത്ര സൗകര്യമില്ല, റോഡില്ല. റോമൻ റോഡ്സ് ആണെന്നുള്ളത്. റോമൻ റോഡ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള കല്ലുകൾ ചേർത്ത് ഇണച്ചു വെച്ച് ഇടയ്ക്ക് ചാന്ത് വെച്ച് ഉറപ്പിക്കും. ഏതാണ്ട് ആ ചുവരിൽ നിന്നും ഇത്ര ദൂരമുണ്ടാകും. കുതിരകൾ ഓടുന്നതിന് വേണ്ടിയാണ് ഈ കല്ലുകൾ. അതിൽ പോളിഷ് ചെയ്ത കല്ലുകളല്ല, പരുക്കൻ കല്ലുകൾ. എന്നാലേ കുതിരയുടെ അതിൻ്റെ കുളമ്പുകൾക്ക് ഗ്രിപ്പ് കിട്ടത്തുള്ളൂ. അതിനാണ് റോമൻ റോഡ്സ് എന്ന് പറയുന്നത്. ഈ റോഡിൽ കൂടെയുള്ള യാത്ര, പൊടിപടലങ്ങൾ, എവിടെ കിടക്കും, എന്ത് കഴിക്കും, പല ചോദ്യങ്ങൾ. മറുപടി, നോ പ്രോബ്ലം, ഈ ദൂത് എത്തിക്കണം. യു ഹിയർ മീ?
യു ഹിയർ മീ? ആമേൻ. ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ റിലീസ് ചെയ്തു. അമ്മമാർ അവരുടെ മക്കളെ റിലീസ് ചെയ്തു. ചെറുപ്പക്കാർ പോകാൻ തയ്യാറായി. ഇത് എവിടെയെല്ലാം ഈ സന്ദേശം പോയോ അവിടെയെല്ലാം സന്തോഷവും ഉല്ലാസവും കടന്നു വന്നു. ഈ നിർമ്മല സുവിശേഷം ആടെല്ലാം കാതുകൾ കേൾപ്പിക്കപ്പെടുമോ അവർക്കെല്ലാം നിത്യജീവൻ കൊടുക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കുള്ള ഇന്നത്തെ സൗകര്യം നമ്മുടെ പൂർവ്വതാക്കന്മാർക്കുണ്ടായിരുന്നെങ്കിൽ, ഇന്നത്തെ ട്രാൻസാക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, പ്രിന്റിംഗ് ഫെസിലിറ്റീസ് ലോകത്തെ കീഴ്മേൽ മറിക്കുമായിരുന്നു. ഇതൊന്നുമില്ലാതിരിക്കെ അന്നത്തെ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സാധിച്ചു പഴയ മിഷണറിമാർ. Can you think about it? ഇന്ന് ഇംഗ്ലണ്ടിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ ഇന്ത്യക്ക് പുറപ്പെട്ട ബന്ധത്താനെടുക്കുന്ന സമയം 8 മണിക്കൂർ ഫ്ലൈറ്റിൽ. അത് തന്നെ ലോങ് എന്നാ പറയുന്നത്. അന്ന് ലണ്ടനിൽ നിന്ന് പുറപ്പെട്ടാൽ ഇന്ത്യക്ക് വരാനെടുക്കുന്ന സമയം 8 അല്ലെങ്കിൽ 10 മാസമാണ്. എവിടെ നോക്കിയാലും കാണുന്നത് കടലാണ്. യാത്ര ചെയ്തവർ പുറപ്പെട്ടു വരുമ്പോൾ പലരും യാത്ര ചെയ്ത് വരുന്ന ആളുകൾ അവരൊരു ശവപ്പെട്ടി ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ആ ശവപ്പെട്ടിക്കകത്താണ് ബൂട്ട്സ്, സൂട്ട്, സ്റ്റഡി മെറ്റീരിയൽ എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. ഒരു കപ്പൽ മിസ് ചെയ്താൽ അടുത്ത കപ്പൽ ചിലപ്പോൾ പുറപ്പെടാൻ പല മാസങ്ങളെടുക്കും. അതുകൊണ്ട് ആ കപ്പൽ പോകുന്നതിന് മുമ്പ് അതിൽ യാത്ര ചെയ്യണം. അതിനേക്കാളും ഇന്ത്യയോ ആഫ്രിക്കയോ മലേഷ്യയോ ഇന്തോനേഷ്യയോ സിലോണോ നല്ല ക്ലൈമറ്റ് ഉള്ളത് കൊണ്ടല്ല, നല്ല ഫുഡ് ഉള്ളത് കൊണ്ടല്ല, നല്ല ട്രീറ്റ്മെന്റ് ഉള്ളത് കൊണ്ടല്ല. ഈ നിർമ്മല സുവിശേഷം ഇവരറിയണം എന്നുള്ള ഭാരമുള്ളത് കൊണ്ടാണ്, ആ തീ ഉള്ളത് കൊണ്ടാണ്. ഇന്നത്തെ പൂർണ്ണ സുവിശേഷം അറിഞ്ഞവരല്ലായിരുന്നു അവർ. വിശ്വാസത്തുള്ള നീതിയാണ് മാത്രം മനസ്സിലാക്കിയവരായിരുന്നു. നാടും കൂടും വിട്ടവർ യാത്ര ചെയ്തു. അന്ന് കപ്പൽ ഇന്ത്യക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പത്തി ചെയ്യുന്ന പല സാധനങ്ങൾ, ബ്ലേഡുകൾ, കത്തിരികൾ, ഇതുപോലെ പല സാധനങ്ങളെ കൊണ്ടുവരുന്ന പല തുറമുഖങ്ങളിൽ ഇറക്കി അൺലോഡ് ചെയ്ത് അവിടുത്തെ ഭക്ഷണ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് സൗത്ത് ആഫ്രിക്ക പോയി. ആ സൗത്ത് ആഫ്രിക്ക ചുറ്റി വേണം ഇന്ത്യയിൽ വരാൻ. കടൽ ശക്തമായ അലയാണെങ്കിൽ ആ അല നിമിത്തം പലരും മരിക്കും. ഇവർ കൊണ്ടുവന്ന് ശവപ്പെട്ടിയിടത്തുള്ള സാധനത്തെ മാറ്റി ശവത്തെ അതിനകത്ത് വെച്ച് കടലിൽ കെട്ടിയിറക്കുമായിരുന്നു. ഇവർക്കറിയാം. ഇവിടെ നിങ്ങൾ യാത്ര പുറപ്പെട്ടാലും ഇന്ത്യയിലോ ഇന്തോനേഷ്യയിലോ സിലോണിലോ പോയി എത്തില്ലെന്നും വരാം. ഇത് കണ്ടുകൊണ്ടായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. യു ഹിയർ മീ? ഞാൻ ഒരിക്കൽ ഇംഗ്ലണ്ടിൽ ജോൺ വെസ്ലിയുടെ വീട് കാണാനായിട്ട് പോയി. സുപ്രസിദ്ധ പ്രാസംഗി. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ഇന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇത്ര പൊക്കമുള്ള ഒരു കൊച്ചു മനുഷ്യനാണ്. തൻ്റെ ഹൃദയം വിശാലമായ ഹൃദയം. അന്നത്തെ ആളുകൾക്കെല്ലാം മുടി നല്ല നീളമുണ്ടാവും. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യുവിലും മുടി നല്ല നീളമാണ്. ആ ഗൈഡ് എന്നെ പറഞ്ഞു, സാറേ, പല കാര്യങ്ങൾ ആളുകൾക്ക് അറിയത്തില്ല. ഈ മനുഷ്യൻ കൊച്ചു മനുഷ്യനാണ്. താൻ മേരേജായ മനുഷ്യനായിരുന്നു, മക്കളില്ല. തൻ്റെ ഈ സുവിശേഷ യത്നത്തിന് തൻ്റെ ഭാര്യ അനുകൂലമല്ലായിരുന്നു. അന്നത്തെ യാത്രയെല്ലാം കുതിരപ്പുറത്താണ്. ഇദ്ദേഹം കുതിരപ്പുറത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നുപോയി മടങ്ങി വരുമ്പോൾ ഭാര്യ മുടിയെ പിടിച്ച് വലിച്ചു വെച്ചുകൊണ്ട് ഇടിക്കുമായിരുന്നു. കുതിര അടിക്കുന്ന ചാട്ടമാർ കൊണ്ട് ജോൺ വെസ്ലി അടിക്കുമായിരുന്നു. ഇതെല്ലാം ഏറ്റുകൊണ്ടാണ് തൻ്റെ അടുത്ത മിഷണറി പ്രയാണം. താൻ ഇരിക്കാൻ ഉപയോഗിച്ച ചെയർ ഒരു ചെറിയ ചെയറാണ്. അതിൻ്റെ മുൻഭാഗത്ത് 2 കാലും പുറകുഭാഗത്ത് 1 കാലും. ചെറിയ ആളിനെ ചെറിയ ചെയറ് മതി. സ്തോത്രം. നമുക്കൊക്കെ 5 കാലുള്ള ചെയറുണ്ടെങ്കിൽ ശരിയാകത്തുള്ളൂ. സ്തോത്രം. ആമേൻ. തൻ്റെ യാത്ര കുതിരപ്പുറത്ത്. ആ ഗൈഡനോട് പറഞ്ഞത് ഇപ്രകാരമാണ്. താൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്തത് ഭൂമി മൊത്തം 40,000 കിലോമീറ്റർ ചുറ്റളവുള്ളൂ. ഈ ഭൂമിയെ 10 പ്രാവശ്യം ചുറ്റുവാനുള്ള ദൂരമാണ് കുതിരയിൽ ഈ ജോൺ വെസ്ലി യാത്ര ചെയ്തത്. ഇത് സത്യം അറിയാൻ ഞാൻ അവിടെ ബയോഗ്രഫി വായിക്കാൻ തുടങ്ങി. എന്നെ ഞെട്ടിപ്പിച്ചു. സഹോദരന്മാർ, വെറുതെ അല്ല ഈ സുവിശേഷം നമ്മുടെ നാട്ടിൽ പരക്കപ്പെട്ടത്. അതിന് പുറകിൽ അനേകർ വില കെട്ടി വെച്ചു, ജീവനെ ത്യാഗമർപ്പിച്ചു.
ഈ സമയത്താണ് വില്യം കെരിൻഡിലേക്ക് കടന്നു വരുന്നത്. തന്നോട് കൂടെ പല മിഷണന്മാരും കടന്നു വന്നു. കൽക്കട്ടയിൽ കോളറ ആരംഭിച്ചു. കൽക്കട്ടയിലെ ഹുബ്ലി നദിയുടെ കരയിൽ താൻ വർക്ക് ആരംഭിച്ചു. പലരും അടുത്ത കപ്പലിൽ കയറി ജീവരക്ഷയ്ക്ക് മടങ്ങിപ്പോയി. വില്യം കയറി പോയില്ല. തന്റെ മകൻ അവിടെ മരിച്ചു. സ്വന്തം കയ്യാൽ അമ്മയും അപ്പനും കൂടെ വേറെ ആരും അടക്കാനില്ല. സ്വന്തം മകനെ അടക്കം ചെയ്തു. തന്റെ ഭാര്യ മരിച്ചു. 40 വർഷം അവിടെ വേല ചെയ്തു. ഒരു പ്രാവശ്യം പോലും ഇംഗ്ലണ്ടിൽ മടങ്ങിപ്പോയില്ല. അതിന്റെ കാരണമെന്ത്? പോകാൻ മനസ്സിലാഞ്ഞിട്ടല്ല, പോകാൻ സൗകര്യമില്ലാഞ്ഞിട്ടല്ല. ഈ ദീപം ഇന്ത്യയിൽ കത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ കണക്ക് കൊടുക്കണം, നമ്മൾ കണക്ക് കൊടുക്കണം സഹോദരന്മാരെ. അപ്പോസ്തലൻ പൗലോസ് എഫെസോസിൽ പ്രവർത്തിച്ചപ്പോൾ അവിടുത്തെ അശുദ്ധാത്മാക്കൾ നടുങ്ങുകയായിരുന്നു. ആമേൻ. അശുദ്ധാത്മ വിളിക്കുകയാണ്, ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം. മന്ത്രവാദികൾ ഗ്രന്ഥങ്ങളെ കൊണ്ടുവന്നു, സ്ട്രീറ്റിന്റെ നടുക്ക് വെച്ചുകൊണ്ട് കൊളുത്താൻ ആരംഭിച്ചു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ബുക്കുകൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൊരിന്ത് പട്ടണത്തിലെ ആളുകൾക്ക് പൗലോസ് ലേഖനം എഴുതുന്നത്. 1-ാമത്തെ ലേഖനം. ഈ കൊരിന്ത് ആളുകളുടെ ചിന്താഗതി എന്ത്? തിന്നുക, കുടിക്കുക, നല്ല ഏമ്പലിടുക, കിടന്നു ഉറങ്ങുക, സുഖിക്കുക. ആമേൻ. ലേസി പീപ്പിൾ. അവർക്ക് പൗലോസ് എഴുതുകയാണ്. എന്താ എഴുതുന്നത്? നമ്മളിങ്ങനെ ജീവിച്ചാൽ എല്ലാവരും ഈക്വൽ അല്ല, ഡിഫറൻ്റ് ഉണ്ട്. ആമേൻ, ആമേൻ. ഇവർക്ക് എല്ലാ ഫുഡും അറിയാം. അവരുടെ ഫിലോസഫി തിന്നുക, കുടിക്കുക, എൻജോയ് ചെയ്യുക. ഇതിനുവേണ്ടി അഖായ പട്ടണത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും അവൻ്റെ ക്യാപിറ്റലായ കൊരിന്ത് പട്ടണത്തിലേക്ക് ആളുകൾ ധാരാളം പണവുമായി കടന്നു വരും. ഉല്ലാസം കഴിഞ്ഞതിന് ശേഷം അവർ മടങ്ങിപ്പോകും, പണം ഉണ്ടാക്കും, തിരിച്ചവിടെ കടന്നു വരും. വേശ്യാവൃത്തിക്ക് വേണ്ടി, ദുർമാർഗത്തിന് വേണ്ടി. പൗലോസ് എഴുതുന്നു, എല്ലാ മാംസവും ഒന്നുപോലെയല്ല. നിങ്ങൾക്കറിയാം, മത്സ്യത്തിന്റെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷിയുടെ മാംസം വേറെ. അടുത്ത് പറയുന്നു, എല്ലാ പ്രകാശവും ഒന്നുപോലെയല്ല. സൂര്യന്റെ പ്രകാശം വേറെ, ചന്ദ്രന്റെ പ്രകാശം വേറെ, നക്ഷത്രത്തിന്റെ പ്രകാശം വേറെ. നക്ഷത്രത്തിന്റെ പ്രകാശം കൊണ്ട് ഡിഫറൻസ് ഉള്ളതാണ്. ഇത് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നത്, അങ്ങനെ ആകുന്നു മരിച്ചവരുടെ പുനരുത്ഥാനവും. ഇത് നമ്മൾ സാധാരണ ഈ പോർഷൻ വായിക്കാറുള്ളത്, കുഴിയെടുത്തിട്ട് ശവപ്പെട്ടിയെ അടുത്ത് വെച്ച് ശവം അകത്തിരിക്കുമ്പോൾ ഇതിനകത്തിറക്കുന്നതിന് മുമ്പാണ് ഇത് വായിക്കുന്നത്. അങ്ങനെ വായിക്കാൻ വേണ്ടിയല്ല പൗലോസ് എഴുതിയത്. ചാകുന്നതിന് മുമ്പ്, മണ്ണിനകത്ത് പോകുന്നതിന് മുമ്പ്, ഉയിരോട് ഇരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പൗലോസ് എഴുതിയതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യത്തിൽ ഇന്നുള്ള സ്വാതന്ത്ര്യം അനേകം മക്കൾക്ക് ലഭിക്കാത്ത സ്വാതന്ത്ര്യം. ഇതിൽ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ഇതിന് തക്കത്തിൽ ഉപയോഗിക്കാം. പ്രാർത്ഥനയോടെ ദൈവിക ദർശനങ്ങൾക്ക് കണ്ണു കൊടുക്കാം, അവന്റെ ശബ്ദങ്ങൾക്ക് കാത് കൊടുക്കാം. നിങ്ങളെ കർത്താവ് ഗൈഡ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എവിടെ പോകണം, ഏത് ഇടത്തിൽ പോകണം, ഏത് ടൗണിൽ പോകണം, ഏത് സ്ട്രീറ്റിൽ പോകണം, ആ ബന്ധത്തെ തുണ്ടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. അപ്പോൾ യേശു ജനിച്ചപ്പോൾ പറഞ്ഞത് ഇത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. സകല ജനം, അതിൽ ആരെല്ലാം ഉൾപ്പെടുമോ അതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെ വായിക്കാം. സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള വെളിച്ചവും നിന്റെ ജനമായ ഇസ്രായേലിന് മഹത്വമായി സകല ജാതികളുടെ മേലും നീ സകല ജാതികളുടെ മുമ്പാകെ നീ ഒരുക്കിയ നിന്റെ രക്ഷയെ കണ്ടു. ഈ രക്ഷ ദൈവം ഒരുക്കിയ രക്ഷയാണ്. സകല ജാതികൾക്ക് ഒരുക്കിയ രക്ഷയാണ്. അങ്ങനെയെങ്കിൽ ഇത് സകല ജാതികളോടും ഈ രക്ഷ അറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തു. അതേ ശുശ്രൂഷ തുടർന്ന് ചെയ്യുവാൻ താൻ ശിഷ്യന്മാരെ അധികാരം ശക്തി കൊടുത്ത് നിയോഗിച്ചു. യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശു 40 നാൾ
ശിഷ്യന്മാരോട് കൂടെ നടന്ന് ഒരു പ്രത്യേക സബ്ജക്റ്റ് ടീച്ച് ചെയ്തുകൊണ്ടിരുന്നു. ആ സബ്ജക്റ്റ് ദൈവരാജ്യം എന്നുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സഭ വേറെ, ദൈവരാജ്യം വേറെ. സഭയ്ക്കൊരു ബിഗിനിങ് ഉണ്ട്, സഭയ്ക്കൊരു എൻഡ് ഉണ്ട്. സഭ പെന്തക്കോസ്ത് നാളിൽ സഭ ഉടലെടുത്തു. പെറൂസിയ, കർത്താവിൻ്റെ മടങ്ങി വരവിൽ സഭ എടുത്തുകൊള്ളപ്പെടും. എന്നാൽ ദൈവരാജ്യം അതിനൊരു ബിഗിനിങ് ഇല്ല, അതിനൊരു എൻഡ് ഇല്ല. സഭ എന്നുള്ളത് ദൈവരാജ്യത്തിലേക്ക് ആളുകളെ കടത്തി വിടുന്ന ഒരു കവാടമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം ഒരു മിസ്റ്ററിയാണ്. യേശുവിന്റെ പ്രസംഗം ദൈവരാജ്യമായിരുന്നു, അപ്പോസ്തലന്മാരുടെ പ്രസംഗവും ദൈവരാജ്യം എന്നുള്ളതായിരുന്നു. അതിന്റെ വേലക്കാരായി ജീവിക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുമ്പോൾ നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടു. ഇപ്പോൾ യേശു മരിച്ചു അടക്കം സ്വർഗ്ഗാരോഹണം ചെയ്തതിനു മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണം. എന്ത് ചെയ്യണം? സബ്ജക്റ്റ് എന്തോന്ന്? മാനസാന്തരവും പാപമോചനവും. എവിടെ തുടങ്ങണം? യെരുശലേമിൽ. എവിടെ പ്രസംഗിക്കണം? സകല ജാതികളിലും. ഇത് പറഞ്ഞതിന് ശേഷം യേശു പറഞ്ഞത്, അതിനു മുമ്പ് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം കാത്തിരിക്കണം, പിന്നെ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചു. ആ സമയത്തിൽ പത്രോസ്, നിങ്ങളോട് ഞാൻ ഒരു മർമ്മം പറയാം. അത് എല്ലാവർക്കും ഗ്രഹിക്കാൻ പ്രയാസം, ഗ്രഹിക്കാൻ ആത്മാവ് ഗൈഡ് ചെയ്യുന്നവർക്ക് അത് റെവലേഷനായിട്ട് വരും. ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്നതിന് മുമ്പ് ഇവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ലൂക്കോസിന്റെ എൻ്റെ കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല ചെയ്തത്. അവിടെ ഇരുന്നു കൊണ്ട് അവർ ന്യായപ്രമാണവും സങ്കീർത്തന പുസ്തകത്തെയും വായിച്ച് ധ്യാനിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ പരിശുദ്ധാത്മാവ് ശക്തമായി ഇറങ്ങിയപ്പോൾ പത്രോസ് പ്രസംഗിക്കുമ്പോൾ യോവേൽ പ്രവചന പുസ്തകവും അതുപോലെ ആവർത്തന പുസ്തകവും സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും യേശുവിനെ കുറിച്ച് ഉദ്ധരിച്ച ഭാഗങ്ങൾ ഇവർ എടുത്ത് പ്രസ്താവിപ്പാൻ ആരംഭിച്ചു. ഇതുവരെ സംഭവിച്ചത് എന്ത്? യേശു ചിലപ്പോഴെല്ലാം വരും, ഇവർക്ക് പ്രത്യക്ഷപ്പെടും, അങ്ങ് പോകും. പിന്നെയും വരും, അങ്ങ് പോകും. പിന്നെയും വരും, അങ്ങ് പോകും. ഇപ്പോ ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം ഇവരെ കൂട്ടിക്കൊണ്ട് ഒലിമലയ്ക്ക് പോയി. കൈ ഉയർത്തി അനുഗ്രഹിച്ചു. മേഘം വന്നു, പൊങ്ങി 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 അങ്ങ് പോയി. പിന്നെ കാണാനില്ല. ഈ പോയതിനും നേരത്തെ വന്നു പോയതിനും ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ചിന്തിച്ചു, എന്താ സംഭവം? ഇനി വരത്തില്ലേ? നേരത്തെ വന്നു പോയതുപോലെ ഇത് ഒരു ചിന്താക്കുഴപ്പമുണ്ടായി. ഈ ചിന്താക്കുഴപ്പമുണ്ടായപ്പോൾ സങ്കീർത്തനം 110 1 വചനം അവർക്ക് ജ്ഞാപകത്തിൽ വന്നു. വായിക്കാം, ആ വചനം വായിക്കാം. സങ്കീർത്തനം 110 വായിക്കാം. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്തത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, എന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. എന്ത് ചെയ്യുക? നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. ഈ വചന അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ഓ, അപ്പൊ ഈ പോകുന്ന കർത്താവ് അവിടെ ഇരുന്നു കൊണ്ട് ഭരിക്കാൻ പോവുക. ഏതുവരെ? ശത്രുക്കൾ പാദപീഠമാകുന്നത് വരെ. അവിടെ ഇരുന്ന് ചുമ്മാ ഇരിക്കുകയല്ല, ശത്രുക്കളെ പാദപീഠമാക്കുകയാണ്. എല്ലാ ശത്രുക്കളും പാദപീഠമാകുന്നതിനെയും വലതുഭാഗത്തിരിക്കണം. അപ്പൊ ഇപ്പം വരത്തില്ല. നമുക്കൊരു ജോലിയുണ്ട്, മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കാം. സ്വത്രം മൈൻഡ് ചേഞ്ച് ആയി. Do you follow me? ആമേൻ. 3-ാം അധ്യായം എടുക്കാം. 3-ാം അധ്യായം 21 വചനം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 3:21. ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ അവന്റെ വിശുദ്ധ നല്ല ശ്രദ്ധിക്കണം. ദൈവം ലോകാരംഭം മുതൽ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതൊക്കെയും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഒക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. സ്വർഗം അവനെ കൈക്കൊള്ളണം. വിടരുത്, പിന്നെ വിടൂ. ഇതവർക്ക് മനസ്സിലായി. ഓ,
ഈ 110 സംഘത്തിന് 1-ാം വചനവും ശത്രുക്കൾ പാതപിടമാകുമ്പോഴും വലതു ഭാഗത്തിരിക്കുക. ഇതോടുകൂടെയാണ് അവർ മറ്റെല്ലാം മറന്നു സഹോദരരുടെ സുവിശേഷം അറിയിക്കണം എന്ന ഭാരത്തോടെ അവർ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിന് അനേക മർമ്മങ്ങളുണ്ട്. നിങ്ങളോട് പബ്ലിക് പ്രീച്ച് ചെയ്യാൻ പ്രയാസം. നമ്മുടെ വിശ്വാസമാണ് നമ്മളെ ഒന്നാക്കി തീർക്കുന്നത്. ഒരു വ്യക്തി ആക്റ്റീവാക്കി തീർക്കുന്നതോ ഇന്നാക്റ്റീവാക്കി തീർക്കുന്നതോ. ഈ വചനങ്ങൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പാൻ തുടങ്ങിയപ്പോൾ ദൈവം എൻ്റെ പൂർവാധിക ശക്തി പ്രവർത്തിപ്പാൻ എനിക്ക് ദൈവം ബലം തരാൻ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ദൈവം ദേശങ്ങളെ എൻ്റെ മുമ്പിൽ കാണിപ്പാനായിട്ട് ആരംഭിച്ചു. രാജ്യങ്ങളെ കാണിക്കാൻ ആരംഭിച്ചു. അവിടെ കടന്നു പോകുവാൻ ദൈവം വഴികളെ തുറക്കാൻ ആരംഭിച്ചു. ഞാനവിടെ പറഞ്ഞു, പൗലോസ്, നീ തമിഴ്നാട്ടിലുള്ള പള്ളിക്കൂടങ്ങളിൽ സുവിശേഷ പ്രതികളെ വിതരണം ചെയ്യണം. അപ്പോൾ മനസ്സിലായി, വരും തലമുറകളിൽ ഈ സ്റ്റുഡൻസ് പലരും ഏതോ ഒരു വലിയ മാറ്റം അവരിൽ വരാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള ഗോസ്പൽസ് ബുക്സുകളെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തു, പാക്ക് ചെയ്തു, വണ്ടി റെഡിയാക്കി, ടീം വർക്കുകൾ ആരംഭിച്ചു. കന്യാകുമാരി മുതൽ ഉള്ള സ്കൂൾ വർക്കുകൾ ചെയ്യാൻ ആരംഭിച്ചു. ഇങ്ങനെ സ്കൂൾ വർക്ക് ചെയ്ത് പോകെ തൂത്തുക്കുടിക്ക് അടുത്തുള്ള ഒരു വേമ്പാർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം, അവിടെ പുറത്തുനിന്ന് കടന്നുപോയി. അവിടെ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ യാത്രയിൽ നീ പോകരുത്, പോകാതെ ഈ പോകുന്നവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഈ യാത്രയിൽ വരാതെ എനിക്ക് വീട്ടിൽ ചെയ്തതിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഞാൻ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കും. എൻ്റെ 2 മക്കളെയും ടീമകളെയും കൂട്ടിക്കൊണ്ട് ഈ വേമ്പാർ ഭാഗത്തേക്ക് കടന്നുപോയി. ഞങ്ങൾ ഒരു തലേ ദിവസം പോയി അവിടെ വിശ്രമിച്ചു. അവിടെ എത്ര സ്കൂളുണ്ടെന്ന് ഞങ്ങൾ സെൻസർ ചെയ്തു. എല്ലാ സ്കൂളെയും ആ സ്കൂൾ ടൈമിന് മുമ്പ് റീച്ച് ചെയ്യാൻ പദ്ധതി കിട്ടും. അധ്യാപകർ വരുന്നതിന് മുമ്പ് പിള്ളേർക്ക് എല്ലാം ബുക്ക് കൊടുക്കണം. എന്നിട്ട് ടീം വരുന്ന മുമ്പ് സ്ഥലം വിടണം. സ്വത്രം അല്ലപ്പെട്ട ഇവരെല്ലാം തിരിച്ചു വന്ന് ഞങ്ങളെ കൊണ്ട് തിരിച്ച് തരിപ്പിക്കും. ആമേൻ. അതുകൊണ്ട് അവർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ സ്ഥലം വിട്ടയക്കും. സ്വത്രം. ഞാൻ ഒരു സ്കൂളിൽ, പല സ്കൂളിൽ ഇവരെല്ലാം ഡിവൈഡ് അയച്ചതിന് ശേഷം ഒരിടത്ത് വർക്ക് കഴിഞ്ഞിട്ട് എൻ്റെ മൂത്ത മകനെ കൂട്ടിയിട്ട് വന്നപ്പോൾ ടീം അംഗങ്ങൾ പറഞ്ഞു, സാറേ, നടക്കുന്ന കാര്യം പറയാൻ പറഞ്ഞു. നിങ്ങളുടെ 2ാമത്തെ മകൻ ഇസ്രായേൽ, അവനപ്പോൾ 15 വയസ്സാണെന്ന് തോന്നുന്നു, കൊച്ചു പയ്യൻ. അവൻ ആ ഒരു വേപ്പ് മരത്തിൻ്റെ അടുത്തുള്ള ഒരു പള്ളിക്കൂടത്ത് സുവിശേഷം കൊടുക്കാൻ പോയി. സുവിശേഷ വിരോധികൾ അവന് ഭയങ്കരമായി അടിയോടടി അടിച്ചു. അവിടെ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ ഈ കാഴ്ച കണ്ട് മയങ്ങി വീണു. ആ ടീച്ചറിനെ സൈക്കിൾ രക്ഷയിൽ വെച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ ചോദിച്ചു, എൻ്റെ മോൻ എന്ത് പറ്റി? അറിയത്തില്ല. നിങ്ങൾ എന്താ പോയി സഹായിക്കാത്തത്? ഞങ്ങൾ പോയാൽ ഞങ്ങളെയും കൊല്ലും സാറേ. അപ്പോഴേ മനസ്സിലായി, എൻ്റെ മോനെ കൊന്നു. ഞാൻ ആ വേപ്പുമരം, ഇത്ര വണ്ണം ഉണ്ടാവും വേപ്പുമരം, അതിൻ്റെ ചുവട്ടിലേക്ക് ലക്ഷ്യം വെച്ച് ഓടുകയാണ്. ഓടിയപ്പോൾ എൻ്റെ മകൻ അപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം പെനിയൽ ബൈബിൾ കോളേജിൽ സ്റ്റുഡൻ്റാണ്. അദ്ദേഹം മൂക്കിൽ കൂടെ ചോര ഒഴുകുകയാണ്. അദ്ദേഹം ട്രെയിനിങ് വേണ്ടി വന്നതാണ്. നല്ല ട്രെയിനിങ് കിട്ടി. സ്തോത്രം. ആമേൻ, ആമേൻ. യേശു ശിഷ്യന്മാരെ പറഞ്ഞപ്പോൾ മത്തായി 10-ാം അധ്യായമാണ് പറഞ്ഞു കൊടുത്ത് അയച്ചത്. ഇന്ന് അതൊന്നും പറഞ്ഞു കൊടുത്തല്ല അയക്കുന്നത്. അതാ ഡേഞ്ചർ. ആമേൻ. നിങ്ങൾ ഇപ്പോൾ എല്ലാ ശുശ്രൂഷകരും മത്തായി 10-ാം അധ്യായം വായിച്ച് നോക്കണം. അതിൻ്റെ മനോഹരത എന്താണ്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്ന നരിയല്ല. നരിയെ നമ്മൾ ആട്ടി ഓടിച്ചാൽ, കോഴി പിടിച്ചാൽ ഇട്ടിട്ട് ഓടിക്കളയും. ചെന്നായി അത് ഒറ്റയ്ക്ക് പോകത്തില്ല, കൂട്ടമായിട്ടേ പോകത്തുള്ളൂ. ഒന്ന് ത്രട്ടൻ ചെയ്താൽ 1 ഇഞ്ച് പിൻവാങ്ങത്തില്ല. ചെന്നായി ജനത്തെ അറ്റാക്ക് ചെയ്യും. ഏതുവരെ? അസ്ഥിപഞ്ജരം കാണുന്നത് വരെ മാംസത്തെ മൊത്തം കടിക്കും. ഇത് പറഞ്ഞയച്ചപ്പോൾ അവർക്ക് മനസ്സിലായി യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന്. സ്തോത്രം. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടേക്ക് പോയി. ഇവരെന്നെ പിടിച്ചു. ചോദിച്ചു, നീ ഈ ടീമിൻ്റെ ലീഡറാണോ? ആണെന്ന് പറഞ്ഞു. എന്നെ ഇടിക്കാൻ ആരംഭിച്ചു. എൻ്റെ ഷർട്ടെല്ലാം കീറി ഇടിയോടിടി. ഇത് എൻ്റെ മകൻ എന്നെ ഇടിച്ചതുകൊണ്ട് ആ ഇടി മകന് കിട്ടാതെ അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഞാൻ തോമസിനെയും എൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് സാവകാശത്തിൽ ഞാൻ തിരിച്ച് ഈ ടീം നിന്ന ഭാഗത്തേക്ക് വന്നു. ടീം അംഗങ്ങൾ പറയുകയാണ്, സാറേ പറയാൻ പ്രയാസം. പറയാൻ പറഞ്ഞു.
നിങ്ങൾ പോയതിനു ശേഷം ഒരു ഗ്രൂപ്പ് സുവിശേഷ വിരോധികൾ ഒരു ഗ്രൂപ്പായിട്ട് വന്ന് ഞങ്ങളിൽ ബാക്കിയുണ്ടായിരുന്ന ആളുകളെ ബൈ ഫോഴ്സ് ആയിട്ട് കടപ്പുറത്ത് കൊണ്ടുപോയി ഇപ്പോൾ തോലുരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, തോലുരി ഇന്ത്യയിലോ? ഇത്രയും സംസ്കാരം വർദ്ധിച്ച സ്ഥലത്തോ? അതെ. ഞാൻ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ വണ്ടി കയറി പൊയ്ക്കൊള്ളി, ഇത് ഡേഞ്ചർ പ്ലേസ് ആണ്. അവർ ആദ്യം ഇല്ലെന്ന് പറഞ്ഞു. പിന്നീട് വണ്ടി എടുത്ത് പോയി. അവർ വണ്ടി എടുത്ത് പോകുന്ന വഴിക്ക് റോഡിൻ്റെ കുറുക്കെ വടം കെട്ടി വണ്ടിയെ സ്റ്റോപ്പ് ചെയ്ത് അകത്ത് പെട്രോൾ തീ കൊളുത്താൻ. ഈ വണ്ടി 2 വീലർ വണ്ടി, അത് 4 വീലർ വണ്ടിയാണ്. മണൽ കൂടെ ഓടും. ദൈവകൃപയാൽ മണലിൽ കൂടെ വണ്ടിയെ ഓടിച്ച് ഒരു 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 പനമരത്തിൻ്റെ മൂട്ടിൽ നിർത്തി ഞങ്ങൾക്ക് വേണ്ടി അവർ പാച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ തോമസ്, അവൻ നേരത്തെ ഇടി കൊണ്ടതാ. അപ്പം പിന്നെ ഇനി ഒന്നും കൊണ്ടാൽ പിന്നെ നോ പ്രോബ്ലം, സ്വോത്രം. അവൻ കൂടെ കൂട്ടിക്കൊണ്ട്, അവൻ ആൾക്ക് തടിയുണ്ട്, ബാക്കിയെല്ലാം പെൻസിലുമാരെയാ, സ്വോത്രം. അപ്പം അവനും കൂടെ കൂട്ടിക്കൊണ്ട് ഈ തോലൊരിക്കുന്ന ഭാഗത്ത് പോയി. കടപ്പുറത്താണ് അവിടെ ഒരു ചെറിയ ഒരു ബിൽഡിങ്. ഇവരുടെ പ്ലാൻ തോലൊരിക്കണം, ആ തോലൊരിച്ച ശരീരത്തിൽ കല്ല് കെട്ടി കടലിലെറിയണം. എവിഡൻസ് ഇല്ല. ഈ തിട്ടമായിരുന്നു. ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ച ഒരു റൂം. ആ റൂമിൻ്റെ അകത്ത് കഥകിൻ്റെ വിള്ളലിൽ കൂടെ, പഴയ കഥകാണ്, അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാം. ഞാൻ കഥ വിള്ളലിൽ കൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച, അത് 25 ആൾക്കാരുണ്ട്. എല്ലാം നല്ല ഭയമാന്മാരാണ്, നല്ല ഹെൽത്തി ആൾക്കാരാണ്. ഇത് ചിലർ ഞങ്ങളുടെ ടീം അംഗങ്ങളെ മർമ്മഭാഗങ്ങളെല്ലാം കുത്തുന്നുണ്ട്. മയങ്ങി കിടക്കുമ്പോൾ വെള്ളം കുടിക്കാൻ കൊടുക്കും, എണീക്കുമ്പോൾ വീണ്ടും കുത്തുകയാണ്. ഇവർ പഠിച്ചതെല്ലാം പ്രാക്ടീസ് ചെയ്യുകയാണ്. ഒരു കൊച്ചു പയ്യൻ, അവന് 14 വയസ്സ്. ഡേ മോനെ, ഡേ കുട്ട, നീ വാ, ഇവിടെ വാ. അവൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ്. നല്ല ആരോഗ്യമുള്ള 4 പേര് വരണം. വാ, നീ വാ, നിങ്ങൾ വാ, 2 പേര് വാ. ഇനി 2 പേര് ഇവിടെ. നമുക്ക് ടൈമില്ല, നമുക്ക് പെട്ടെന്ന്. ഇനി 2 പേരോട് വരണം. പാസ്റ്റർമാർക്കായാലും പറയാം, നോ പ്രോബ്ലം. ഇനി ഒരു 2 പേരോട് കൂടാ. ബ്രദറെ, കം, നമുക്ക് ടൈമില്ല, നമുക്ക് ടൈം. ഞാൻ 3-4 മണിക്കൂർ പ്രസംഗിക്കുവാണ്. എനിക്ക് 1/2 മണിക്കൂർ 1 മണിക്കൂർ വാട്ടിട്ട് സമയം. ഇനി ഒരാൾ ഇവിടെ വേണം. പാസ്റ്റർക്ക് സഭയിൽ പോകുമ്പം സ്വോത്രം വാ. അയ്യോ, കണ്ടോണ്ടിരിക്കണം, പിടിക്കുന്നില്ലേ? ഓക്കെ, താങ്ക് യു. കണ്ട കാഴ്ച, ഇറ്റ് ഈസ് വലിയ ഡെമോൺസ്ട്രേഷൻ. ഞാൻ കഥൻ്റെ ഉള്ളിൽ കൊണ്ട് കാണുക, ഒരു കൊച്ചു പയ്യൻ 4 പേര് ഇവന് ജീവനോടെ വെച്ചുകൊണ്ട് 2 പേർ ഒരു കൈയും മറ്റു 2 പേർ മറ്റു കൈയും ജീവനോടെ ഇണിന്നെടുക്കാൻ പിടിക്കുകയാണ്, കോഴി ഇണുന്നത് പോലെ. ആ കൊച്ചു സ്റ്റീഫൻ വേദന താങ്ങാൻ വയ്യ, എന്നെ കൊല്ലുന്നേ, എന്നെ രക്ഷിക്കണേ, വിളിക്ക്. കഥവിനെ ചവിട്ടി തുറന്ന് അകത്ത് കയറി ദൈവം അവനെ കൊല്ലത് വിടാൻ പറഞ്ഞു. ഒരു വിട്ടു, എന്നെ ഒരു പിടിപിടിച്ചു. നീ എൻ്റെ ലീഡറാണെന്ന് ചോദിച്ചു. നമ്മൾ ലീഡറാണെന്ന് പറഞ്ഞു. ഹേയ്, ഇവിടെ ഒന്ന് പ്രസംഗിച്ചതിന് മന്നിപ്പ് കേട്ടാൽ നിന്നെ ജീവനോട് വിടും, അല്ലെങ്കിൽ നിന്റെ തോൽവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 25 പേരുടെ എല്ലാം ഫുൾ കുടിച്ചിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ അപകടത്തിലാണ്. എന്നാൽ എൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് പുറത്തു വരുന്നതിനേക്കാളും എൻ്റെ അരുമനാഥന് വേണ്ടി രക്തസാക്ഷിയായിട്ട് മരിക്കാൻ ഒരു ഭാഗ്യമുണ്ടായാൽ 50 വർഷത്തെ പ്രസംഗത്തെക്കാളും അതിന് ശക്തി ഉണ്ടാകും. എന്നോട് കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എന്നോട് നേരിട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ, പ്രൊഫസിയിൽ കൂടെ വന്ന കാര്യങ്ങൾ, ദർശനത്തിൽ കൂടെ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ റീകളക്ട് ചെയ്തു. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തു. എല്ലാം നിറവേറിയോ? ഇനിയും നിറവേറാൻ പലതുണ്ട്. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഇനി നിറവേറാൻ പലതുണ്ടെങ്കിൽ എന്നോട് സംസാരിച്ചത് ഫോഷ്ക്ക് പറയാത്ത ദൈവമാണെങ്കിൽ അവരെൻ്റെ ശവത്തെ കല്ലിൽ കെട്ടി കടലിൽ വീശിയാലും അവിടുന്ന് പൊക്കിക്കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ ദൈവം നിവർത്തിക്കും.
ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് പ്രസംഗിച്ചത് മാപ്പ് ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ 2 കണ്ണും ചുഴുതെടുക്കാൻ ഓർഡർ ഇട്ടു. ഒരു മനുഷ്യൻ എൻ്റെ ഈ ഞരമ്പും ബലമായി പിടിച്ചു വലിച്ചു. എൻ്റെ ഉള്ളം കാലം മുതൽ ഉച്ചം തല വരെ എല്ലാ ഞരമ്പും എഫക്റ്റായി. മറ്റു മനുഷ്യൻ്റെ അടിവയറ്റിൽ എനിക്ക് മനസ്സിലായി അവരെന്നെ ഈ സമയത്തിൽ മർദ്ദിക്കാൻ, എന്നെ തോല് ഉരിക്കാൻ പോവുക. ഈ സമയം ഫാസ്റ്റർ ദൻ ഫാക്സ് മെഷീൻ ഒരു 250 കിലോമീറ്റർ അകലെ എൻ്റെ ഭാര്യ ഒരു ദർശനം കാണുകയായിരുന്നു. സരോജം, പ്ലീസ് കം ആൻഡ് ഷെയർ വാട്ട് യു സോ. നീ കണ്ടത് നീ പറ, ഞാൻ അനുഭവിച്ച ഞാൻ പറയാം. വാ. ഫീൽഡിൽ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ ഫാസ്റ്റിങ്ങിലും പ്രയറിലുമായി ഞങ്ങൾ ഒരു സഹോദരിമാരുടെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ഞാനിങ്ങനെ ബാത്റൂമിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാഴ്ച ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ കാണാനിടയായി. ഞങ്ങളുടെ ഗേറ്റ് തുറന്ന് ചില ആളുകൾ ഒരു ശവപ്പെട്ടിയെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് രക്തത്തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഞാൻ പെട്ടെന്ന് വെളിയിലോട്ട് വന്നിട്ട് എൻ്റെ സഹോദരിമാരോട് ഉടനെ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ഉടനെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തുടങ്ങണം. ഫീൽഡിൽ എന്തോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഞങ്ങളെല്ലാവരും ചേർന്ന് ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ ശത്രുവിൻ്റെ പാളയത്തെ ഇടിച്ചു തകർക്കുവാൻ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ, ദൈവമക്കൾ വിടുതലാകുവാൻ തക്കോണം ഞങ്ങളിങ്ങനെ അധികമായി ഒരു പ്രയറിനെ ചെയ്യുവാൻ തക്കോണം ദൈവം ഇടയാക്കി. അത് മുഖാന്തരമായി കർത്താവ് അവിടെ വലിയ ക്രിയകൾ ചെയ്യുവാനും ദൈവദാസന്മാർ വിടുതലാകുകയും പിന്നെയും കർത്താവ് അവിടെ തന്നെ കർത്താവിൻ്റെ പ്രവൃത്തി ആരംഭിക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കി. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രയർ അവിടെ നടന്നപ്പോൾ തോലിരിക്കാൻ തീരുമാനിച്ച 25 ആളുകളും അവിടെ ഞങ്ങൾ അങ്ങനെ തന്നെ ഇട്ടിട്ട് അവരങ്ങ് പോയി. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒറ്റ എണ്ണത്തെ കാണാനില്ല. ദാനിയേലിന്റെ ദൈവം, ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. ഞങ്ങളെ മരത്തിന്റെ കീഴിലിട്ട് തല്ലിയപ്പോൾ ശരീരത്തിൽ അല്പം പോലും വേദന അനുഭവിച്ചില്ല. എനിക്കോ മകനോ സ്വർഗീയ മഹിമ. ആ മരത്തിൽ കൂടെ ഇറങ്ങി ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യായിരുന്നു. അന്ന് തന്നെ മരം പട്ടു. പിറ്റൊന്നെ സകല ഇലകളും കൊഴിഞ്ഞു. ഇത് ആ ദേശത്തിൽ ഒരു അത്ഭുതമായി മാറി. ഇത് കാണാൻ ആളുകൾ ടാക്സി എടുത്ത് വരാൻ ആരംഭിച്ചു. ഇത് കണ്ട ആളുകൾ മരത്തെ വേരോടെ പിടുങ്ങി നഷ്ടപ്പെടുത്തി. ഞാൻ പറയട്ടെ, നമ്മൾ സേവിക്കുന്ന യേശു രാജാതി രാജാവായി ഇന്ന് ജീവിക്കുന്നു. ടീമങ്ങളെ കൂട്ടിക്കൊണ്ട് ചെറിയൊരു വാതിലുണ്ടായിരുന്നു. ആ വാതിൽ കൂടെ ആ വേനുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നു വന്നു. ടീമെല്ലാം അകത്തിരിക്കുക. എനിക്ക് 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, അവൻ ഇടിച്ച് ചതച്ചു എൻ്റെ ബോഡി. ഇത് 13ാമത്തെ പ്രാവശ്യം സൂക്ഷിച്ച വിരോധികൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നതാണ്. എനിക്ക് 3 ഓപ്ഷൻ. ഒന്ന്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി. 2, അല്ലെങ്കിൽ വീട്ടിൽ വിശ്രമത്തിന് വേണ്ടി പോയി വിശ്രമിക്കണം. 3, ഈ ചതഞ്ഞ ശരീരവുമായി ജീവന്റെ വചനം പ്രസംഗിപ്പാൻ ഗ്രാമങ്ങളിൽ കടന്നു പോകണം. ഞാൻ മക്കളോട് പറഞ്ഞു, മക്കളെ നമുക്ക് ഗ്രാമങ്ങളിൽ പോകാം, എൻ്റെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാം. അന്ന് എൻ്റെ 2 മക്കളും ഒരു പപ്പ, ഞങ്ങൾ 10 പാസ്സായി, ഞങ്ങൾ കോളേജിൽ പോകേണ്ടവരാണ്, ഞങ്ങളെ കോളേജിൽ അയക്കരുത്, ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ അയക്കണം. പഠിച്ചിട്ട് ഈ പപ്പയുടെ കൂടെ സൂക്ഷിയുടെ വേലയിൽ ഞങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. 2 പേരെയും കോളേജിൽ അയച്ചില്ല, 2 പേരെ ബൈബിൾ കോളേജിൽ അയച്ചു. ഇന്നവരെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ കൂടെ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ദൈവം അവരെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അമേരിക്കയിൽ അയച്ചു. അവിടുത്തെ കോഴ്സ് മുടിച്ച് തിരിച്ചു വന്ന് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു. അവിടെ കമ്മിറ്റ്മെന്റിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ കടന്നു വന്നു. 2-3 ദിവസം കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്നപ്പോൾ ഈ നടന്ന കാര്യങ്ങളെല്ലാം ഭാര്യയോട് ചോദിച്ചു, ഇങ്ങനെ ദർശനം കണ്ടതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞ അർത്ഥം വളരെ സിമ്പിളാണ്. ഞങ്ങൾ രക്ഷപ്പെട്ടു വന്നതേ ഭാഗ്യമാണ്. സ്തോത്രം. ആമേൻ. ഞങ്ങൾ വിചാരിച്ചു വീട്ടിൽ പോയി പറയരുതെന്ന്. സ്തോത്രം. ഞാൻ ആ ബെഡിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എനിക്ക് തരുന്ന ഈ ആയുസ്, നിന്റെ നാമം ഈ മാനസാന്തരവും പാപമോചനവും എല്ലാ മക്കളും അറിയിക്കണം. അങ്ങ് നിന്റെ തിരുഹൃദയത്തിന്റെ
തുടിപ്പെങ്കിൽ എൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തന്നാൽ എന്നെ ആ കടലിൽ കല്ല് കെട്ടി താഴ്ത്തി വീശാൻ തീരുമാനിച്ച അതേ മക്കളെ നീ സ്നേഹിക്കുന്നു. ഞാൻ തിരികെ പോയി അവരോട് സുവിശേഷം പറയാം. നീ എന്നെ എടുത്തുകൊണ്ടാൽ എനിക്ക് ഭാഗ്യം. എൻ്റെ വീട്ടിലെ ബാത്റൂമിനടുത്ത് ഞാൻ ബെഡിട്ട് കിടക്കുകയായിരുന്നു. എൻ്റെ മോഷൻ കൺട്രോൾ ഇല്ലാതെ പോയതുകൊണ്ട് അടിക്കടി ഞാൻ ബാത്റൂമിൽ പോകണമായിരുന്നു. എന്നെ കാണാൻ വേണ്ടി നാട്ടിലെ അനേക പ്രിയപ്പെട്ടവർ ലാസ്റ്റിൽ എന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. ഇനി എന്നെ കാണുമോ ഇല്ലയോ? എൻ്റെ അന്തിമ തീരുമാനം ഞാൻ ദൈവത്തോട് പറഞ്ഞു. എൻ്റെ ഭാര്യയെ പ്രാർത്ഥിച്ചു. ബാത്റൂമിൽ കുളിച്ചുകൊണ്ട് നമുക്ക് ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞു, മകളെ, നിന്റെ ഭർത്താവിൻ്റെ ആ ചവിട്ടേറ്റ അടിവയറിൻ്റെ ഭാഗത്തിൽ നീ എണ്ണ പൂശി പ്രാർത്ഥിക്കുക. ഞാൻ അത്ഭുത ഹീലിംഗ് അവൻ നൽകാൻ പോവുകയാണ്. അവൾ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിശ്ചയമായിട്ട് പ്രാർത്ഥിക്കാം. എണ്ണ പൂശി പ്രാർത്ഥിച്ചു. അത്ഭുത സുഖം. എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് അതേ ഗ്രാമത്തിൽ പോവുകയാണ്. എന്ത് കിട്ടുമെന്ന് എനിക്കറിയാം. വാടിപ്പോകാത്ത കിരീടത്തിലെ മുത്തുകൾ ലഭിക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ ഭാര്യ പറഞ്ഞു, ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടെ വരാൻ പറഞ്ഞു. ബാ, എനിക്ക് കിട്ടുന്ന എനിക്ക്, നിനക്ക് കിട്ടുന്ന നിനക്ക്. ഭാര്യ ഭർത്താവിന് അടുത്തടുത്ത് അടക്കിയാലും അവിടെ അതുപോലെ ആകണമെന്നില്ല. അവളോട് ഞാൻ കൂടെ വരാം. സ്തോത്രം, ആമേൻ. വേറെ രണ്ടുപേരെ കൂടെ കൊണ്ടുപോയി. ദൈവം ആ ഗ്രാമത്തിൽ ഭയങ്കര മിറക്കിൾ ചെയ്തു. ഞങ്ങൾ ആരെല്ലാം ഉപദ്രവിച്ചോ അവിടെ ഒരു കോളറ വ്യാധി, മറ്റൊരിടത്തുമില്ലാത്ത വ്യാധി അവിടെ ഉണ്ടായി. ഞങ്ങൾ ഉപദ്രവിച്ച ആളുകളെല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 2 കാസ്റ്റുകൾ തമ്മിൽ ചേർന്നാണ് ഞങ്ങളെ ഇത് ഉപദ്രവിച്ചത്. ആ 2 കാസ്റ്റും തമ്മിൽ അടിപിടി ഉണ്ടായി, കത്തിക്കുത്തുണ്ടായി. ചിലരെ പോലീസ് സ്റ്റേഷനിലും ചിലരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇത് അവർക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ന്യായവിധി എന്ന്. ഞങ്ങളോട് മാപ്പ് ചോദിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത വിസിറ്റേഷൻ. സ്വത്രം പട്ടപ്പകൽ അതേ ഗ്രാമത്തിൽ സുവിശേഷം പ്രസംഗിച്ച് ഏത് കടലിൽ എൻ്റെ ശവത്തെ കല്ലിൽ കെട്ടി വീശാൻ തീരുമാനിച്ചോ അതേ കടലിൽ എൻ്റെ മകളെ ഉൾപ്പെടെ 12 പേർക്ക് സ്നാനം കൊണ്ട് പരിത്തർത്ത വിടയാക്കി. സഭ വളരണമെങ്കിൽ, ദേശം സുവിശേഷമായി തീരണമെങ്കിൽ ഭയത്തെ മാറ്റണം, ലജ്ജ മാറ്റണം. എങ്ങനെയും ജീവിച്ചു പോകണം എന്നുള്ളതല്ല, ഇത് സുവിശേഷ കൊടിയുടെ കീഴിൽ വരണം. എല്ലാം പൗലോസ് അപ്പോസ്തലൻ ദേശങ്ങളെ സുവിശേഷം അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ റോമിലെ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുക. റോമൻ കാരാഗ്രഹം. ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തനിക്ക് യാത്ര ചെയ്യുവാൻ, നടക്കുവാൻ പ്രയാസം, ആഗ്രഹമുണ്ട്, ഫ്രീഡമില്ല. തൻ്റെ തുടിപ്പിനെ ഫിലിപ്പിയർക്ക് എഴുതുകയാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട്, എൻ്റെ ഹൃദയ തുടിപ്പ് ഞാൻ പറയാം, ഒരു നാൾ വരും എല്ലാം മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവ് ഏറ്റു പറയും. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ മനോഹരമായ ഒരു സഭയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ ഭാഗത്ത് അവർ ഒരു സുവിശേഷ മീറ്റിംഗ് നിശ്ചയിക്കുകയും എന്നെ എൻ്റെ ഭാര്യയുമെല്ലാം ക്ഷണിച്ച് ആ ദേശവാസികളുടെ എല്ലാം ഷാലുപൊത്തി പരസ്യമായി മാപ്പ് ചോദിച്ചു. ഞാൻ പറയട്ടെ, ഈ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകണം. ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാൻ മദ്രാസിൽ എസക്കിയൽ ഫ്രാൻസിസിൻ്റെ ഒരു കോഴ്സിന് ടീച്ച് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 days യാത്ര ചെയ്യുകയാണ്. ഞാൻ അതേ ട്രെയിനിൽ തന്നെ സുവിശേഷ വിരോധികളും യാത്ര ചെയ്യുകയായിരുന്നു. അർദ്ധരാത്രിയായി ഞാനൊരു MP3 ഉപയോഗിച്ച് ബൈബിൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉറങ്ങി. ട്രെയിനകത്തുള്ള നീല ലൈറ്റ് മാത്രം കത്തുന്നുണ്ട്. ഇത് ചോദിച്ചു, will your Jesus save you? We are going to throw you out of the running train. ചവക്കക്കാട്ടിൽ കൂടെ കാറ്റാടിക്കാട്ടിൽ കൂടെ ട്രെയിൻ ഫുൾ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രി. അവർ പറയുക, നിന്റെ യേശു നിന്നെ രക്ഷിക്കുമോ? ഞങ്ങൾ നിന്നെ ഇടിച്ച് ട്രെയിനിന്റെ പുറത്ത് ഇടാൻ പോവുക. ഇത് പറയുകയും കൊങ്ങയ്ക്ക് ഞെക്കി പിടിയും. ഇത് 14ാമത്തെ പ്രാവശ്യം. ഞാൻ ഓരോ പ്രാവശ്യം എണ്ണുകയാണ് ഞാൻ. ആമേൻ, ആമേൻ. സാരമില്ലെന്നേ. ഇനി വരുവള്ള തേജസ് വിചാരിച്ചാൽ ഇതൊന്നും സാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഇടി എന്ന് പറഞ്ഞാലോ, തേങ്ങ വെട്ടിയിടുന്ന ഇടിക്കുന്ന ഇടി. അവർ ഇയർഫോണിനെ മാറ്റി വെച്ചു, നല്ല ആളുകൾ അത് ഉടയാതിരിക്കാൻ വേണ്ടി. ഇവിടെ ഇടിച്ച് എൻ്റെ ചെവിയുടെ ഡയഫ്രഗം ഉടച്ചു. എൻ്റെ ചെവിയുടെ കയ്യിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ നാടി ജാമായി. വായ്ക്കകത്തെല്ലാം ഇടിച്ച് രക്തം വായിക്കൂടെ തുപ്പാനൊക്കത്തില്ല. കുടിക്കുകയായിരുന്നു. ഷർട്ടിലെല്ലാം ബ്ലഡായി.
നെഞ്ചിടി ആരംഭിച്ചു. മുട്ടുകൊണ്ട് ഇടി തുടങ്ങി. അപ്പോഴേ മനസ്സിലായി അവരെന്നെ കൊല്ലാൻ പോവുക. എന്നെ അറിയാതെ ദൈവ സാന്നിധ്യം ആ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ എന്നെ കവർ ചെയ്തു. ഞാൻ എൻ്റെ ഇടത് കൈ പൊക്കി ലൈറ്റ് ഇടുന്നു, അവർ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്യുന്നു. വീണ്ടും ഞാൻ ഇടത് കൈ പൊക്കി ലൈറ്റ് ഇടുന്നു, അവർ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. പിന്നെ എനിക്ക് കൈ പൊക്കാൻ ബലമില്ല. എൻ്റെ ഉള്ളിൽ ആത്മാവ് പ്രാർത്ഥന, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് പ്രേരണ തന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ, ദൈവമേ ക്ഷമിക്കണമേ, ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവ് സന്നിധിയിൽ പോകുവാൻ എന്നെ ഞാൻ സറണ്ടർ ചെയ്യുകയായിരുന്നു. ആരോ പെട്ടെന്ന് ഓടി വന്നു, ആരെന്ന് എനിക്കറിയത്തില്ല. മറുഭാഗത്ത് ലൈറ്റ് ഇട്ടു. ഇവരെല്ലാം പിടിച്ചു മാറ്റി എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു. Will Jesus save you? He saved me. ആമേൻ. നമ്മുടെ തലയിലെ ഓരോ രോമവും എണ്ണപ്പെട്ടിരിക്കുക. ആര് പറഞ്ഞു നിനക്ക് അപകടം വരുമെന്ന്? ഇതെല്ലാം സാത്താന്റെ കണ്ണിങ് മാത്രമാണ്. ഈ മുഴു സാമ്രാജ്യവും യേശുവിനെ അറിയണമെങ്കിൽ നമ്മൾ അരകെട്ടി ഇറങ്ങണം. ഇരുൾ നീങ്ങും. വെളിച്ചത്തിന് മുമ്പിൽ ഇരുട്ട് നിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം എടുക്കാം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 3 മുതൽ വചനം വായിക്കാം. 3 മുതൽ. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ഒരു ലിസ്റ്റ് എല്ലാരും എണ്ണണം. ആരെല്ലാം എണ്ണാൻ പോകുന്നു? കൈവക്കി എണ്ണാൻ പോകുന്നു. ഞാൻ കേട്ട് വായിക്കുന്നതിന് എണ്ണണം. 1 2 3 എത്ര പേര് എണ്ണാൻ പോകുന്നു? ഞാൻ ചോദിക്കും. ഞാൻ പറയാൻ മനസ്സിലായില്ലേ? ഞാൻ ഈ വായിക്കാൻ പോകുന്നത് എണ്ണണം. 1 2 3 എന്ന്. എത്ര പേര് എണ്ണാൻ പോകുന്നു? ആരും എണ്ണത്തില്ലല്ലോ. പിന്നെ ഞാനേ എണ്ണാം. സ്തോത്രം. ശരി, വായിച്ചോ. ബഹുസഹിഷ്ണുത. സഹിഷ്ണുതയല്ല, പിന്നെ കഷ്ടം. സഹിഷ്ണുതയല്ല, 2 വ്യത്യാസമുണ്ട്. ബഹുസഹിഷ്ണുത 1, അടുത്ത് കഷ്ടം. 2, അടുത്ത് ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാന അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാൻമാർ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ. അടുത്ത് മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഇതുവരെ എത്രയായി? എത്രയായി? ഒരാൾ 27. അടുത്ത് വേറെ 40. വേറെ ഒരിക്കൽ ഒരു ദയാളൻ, അദ്ദേഹം ഔദാര്യമായ ആളുകൾക്ക് ദാനം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ ഗ്രാമത്തിൽ കുറെ പാവപ്പെട്ടവരുണ്ടായിരുന്നു. കുറെ ഗർഭിണികളും കൊച്ചു കുഞ്ഞുങ്ങളും. ഇവർക്കെല്ലാം പാല് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ ദയാളൻ അവിടെയുള്ള കുറച്ച് സമ്പത്തുള്ള ആൾക്കാരോട് പറഞ്ഞു, എല്ലാവരും രാവിലെ ഓരോ കിണ്ടി പാല് കൊണ്ടുവരണം. ഞാൻ ഒരു ബക്കറ്റ് വയ്ക്കാം, നിങ്ങളതിൽ ഒഴിക്കണം. ഞാൻ ആള് വിട്ട് ഈ പാവപ്പെട്ട ഗർഭിണികൾക്കും പിള്ളേർക്കും എല്ലാം കൊടുക്കും. എല്ലാവരും പറഞ്ഞു നല്ല കാര്യം. ഇതേ കൊണ്ട് അവിടെ ബക്കറ്റ് വെച്ചു. ആൾക്കാരെല്ലാം കൊണ്ട് ഒഴിക്കാൻ തുടങ്ങി. ഒഴിച്ചതെന്തോന്ന്? ഇവരെല്ലാം ബുദ്ധിമാന്മാരാണ്. ഇവർ ചിന്തിച്ചു, എല്ലാവരും പാലൊഴിക്കുമ്പോൾ ഞാൻ മാത്രം വെള്ളം ഒഴിച്ചാൽ അറിയത്തില്ല. ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചു. ഇദ്ദേഹം നോക്കിയപ്പോൾ വെള്ളമേ ഉള്ളൂ ഒരു ബക്കറ്റിൽ. ഇതുപോലെ ആരാ എണ്ണാൻ പോകുന്നത്? എല്ലാം ഇതിനെ 3 തിരിക്കാം. ABC. A ആത്മാവിന്റെ ഫലങ്ങൾ, B ആത്മാവിന്റെ വരങ്ങൾ, C കഷ്ടപ്പെടാനുള്ള മനോഭാവം. പറയുന്നു ശുശ്രൂഷയ്ക്ക്
ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഇവയിൽ ഞങ്ങളെ തന്നെ പ്രൂവ് ചെയ്യുന്നു. ഈ വിഷയങ്ങളിൽ ശുശ്രൂഷ വളരണമെങ്കിൽ ഈ ഭാഗങ്ങൾ വായിച്ച് പ്രാക്ടിക്കല ജീവിതത്തിൽ അനുഭവമാക്കണം. 2 കൊരിന്ത്യർ 11:23 മുതൽ വായിക്കാം. ക്രിസ്തുവിന്റെ ഒരു കേൾവി ചിഹ്നമുണ്ടോ? ഒരു കേൾവി ചിഹ്നമുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ടോ? ഞാൻ ഇത് നിർത്താൻ പോവുക. ആമേൻ. ഞാൻ സാറിന് സെമിനാറിനാണ് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ 2:30 മണിക്കൂർ സംസാരിച്ചില്ലേ? ആൾമോസ്റ്റ് 2 hours. നമുക്ക് ഈ വചനങ്ങൾ ഇരുന്ന് കേൾക്കണമെന്ന്. ഈ ചുമ്മാ 1/2 മണിക്ക് 3/4 മണിക്ക് എന്താ ഇത്? 1/2 മണിക്ക് 3/4 മണിക്ക് എന്താ ഇത്? ഒരു ഉണ്ണാന് നമ്മൾ 3/4 മണിക്ക് എടുക്കുന്നുണ്ടല്ലോ. സ്തോത്രം. ആമേൻ. വായിക്കേ. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ. ഒരു കേൾവി ചിഹ്നം ഉണ്ടോ? ഉണ്ട്. അതിന്റെ ആൻസറാ കൊടുക്കുന്നത്. അടുത്ത് വായിക്കാം. ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. ഏറ്റവും അധികം അധ്വാനിച്ചു. ഹാർഡ് വർക്ക് ആവശ്യമാണ്. അടുത്ത് അധികം പ്രാവശ്യം തടവിലായി. അനവധി അടികൊണ്ടു. പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ 1 കുറയാ 40 അടി. യഹൂദന്മാരാൽ 1 കുറയാ 40 അടി 5 വട്ടം 5 വട്ടം കൊണ്ടു. 3 വട്ടം കോലിനാൽ അടിപ്പെട്ടു. 49 അടി വെച്ച് 5 വട്ടം. എത്ര അടി? 339 വെച്ച് 5 പ്രാവശ്യം എത്രയായി? 195 അടി. അടുത്ത് വായിക്കാം. ഞാൻ 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു. 1 കുറേ 40 അടി 39 വെച്ച് 5 തടവ് കൊണ്ടു. അടുത്ത് 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. 3 വട്ടം 39 വെച്ച് 3 പ്രാവശ്യം അടി കൊണ്ടു. അടുത്ത് ഒരിക്കൽ കല്ലേറ് കൊണ്ടു. 3 വട്ടം കപ്പൽ അവിടെ വെച്ച് മരിച്ചുപോയി പറഞ്ഞിട്ട് വലിച്ചഴിച്ചിട്ടു. പിന്നീട് താൻ അവിടെ നിന്ന് പുറത്തു വന്ന് പിറ്റേ ദിവസം next day he went to Derb and preached the gospel. അടുത്ത് വായിക്കാം. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിൽ എത്ര കിടന്ന എന്തൊരു സുഖമാ. ഇത് മെഡിറ്ററേനിയൻ സീ തണുപ്പാ. ഒരു പകൽ അതിനകത്ത് കിടന്നു. അടുത്ത് ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈദാഹം, ദാഹം, പലവട്ടം പട്ടിണി കഴിയുമ്പോൾ ഉപവാസം ആരംഭിക്കും. സ്വത്രം. അല്ല, ഉപവാസം കഴിയുമ്പോഴത്തേക്ക് പട്ടിണി ആരംഭിക്കും. സ്വത്രം. അടുത്ത് വായിക്കാം. ശീതം, നഗ്നം എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ ഈ കാലയളവിൽ ഈ ഭാഗങ്ങളൊന്നും തുറന്ന ആൾക്കാർ വായിക്കാറില്ല. ഇതൊക്കെ പഠിക്കണം. എല്ലാം വേണം. നമുക്ക് എല്ലാം വേണം. എങ്കിലും ഒരുമിച്ച് വളരത്തുള്ളൂ. സഭ വളരണമെങ്കിൽ, ദേശം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ചിന്താമണത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ ഒരു വചനം കൂടെ ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വചനം ആർക്കെങ്കിലും അറിയാമോ? 3:16 പറയും. സാറ് ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല ആരെങ്കിലും. 3:16 ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിയാം. സ്തോത്രം. 3:17 അറിയാമോ? തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത്. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ. യേശുവിന്റെ തിരുവായി കൊണ്ട് പറഞ്ഞതാണ്. 16-ഉം 17-ഉം ഒരുമിച്ച് പോകുന്ന സെന്റൻസ് ആണ്. 16 ഒരു ഭാഗം മാത്രമാണ്. ദൈവം തന്റെ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അങ്ങനെയെങ്കിൽ ആ ഗോഡ്സ് പ്ലാനിൽ നമ്മെ വിനയപ്പെടുത്തി കൊടുക്കണം. ആ വിനയപ്പെടുത്തി കൊടുത്തുകൊണ്ടുള്ള വർക്ക് നടക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ബലത്തോടുകൂടെയാണ്, കൃപാവരങ്ങളുടെ ശുശ്രൂഷയോടുകൂടെയാണ്, അത്ഭുത അടയാളങ്ങളോടുകൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. റോമർക്ക് 15-ാം അധ്യായം ലാസ്റ്റ് വചനം. ആമേൻ. റോമർക്ക് 15-ാം അധ്യായം അതിന്റെ 15-ാം അധ്യായത്തിന്റെ
സമാധാനത്തിന്റെ ദൈവം. 15-ാം അധ്യായത്തിന്റെ 18-19 വായിക്കും. നല്ല ശ്രദ്ധിച്ച് വായിക്കണേ. അടുത്ത് വായിക്കാം. ക്രിസ്തു ഞാൻ മുഖാന്തരം. നല്ല ശ്രദ്ധിക്കണം. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായി വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. അടുത്ത് അങ്ങനെ ഞാൻ യെരൂശലേം തുടങ്ങി ഇൽക്കിരിയ ദേശത്തോളം, ഇല്ലൂരി അതവിടെ റോമിന്റെ അടുക്കലുള്ള സ്ഥലം, അതുവരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂർണ്ണമായി പൂരിപ്പിച്ചിരിക്കുന്നു. ഇതാണ് നമുക്ക് ആവശ്യം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന്, യേശുവേ, ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് തരണമേ. എല്ലാ മുഴങ്കാലും മടങ്ങണം, എല്ലാ നാവും യേശു കർത്താവ് ഏറ്റു പറയണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ പ്രവർത്തനം പോരാ, നമ്മുടെ കമ്മിറ്റ്മെന്റ് പോരാ, നമ്മുടെ ഡെഡിക്കേഷൻ പോരാ, നമ്മുടെ ത്യാഗ ജീവിതം പോരാ. യേശുവേ, ഒന്നും കൂടി ഞങ്ങളെ തുടരണമേ. ലോകമാം ഗംഭീര വാരുതിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട്, ലോകമാം ഗംഭീര വാരുതിയിൽ വിശ്വാസ കപ്പലിലോടി നിത്യ വീടൊന്നുണ്ട വീടയത്തെ കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ. നിത്യ വീടൊന്നുണ്ട വീടയത്തെ കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ. യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വെച്ചേടോ രക്ഷകനായി, അന്ത്യശ്വാസം വരെയോ ജീവൻ വച്ചേടോ അന്ത്യശ്വാസം വരെയും. ഈ പാട്ട് പാടുമ്പോൾ തന്നെ ഞാൻ ഒന്നുകൂടെ സുശിക്ഷ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു. ഒരു സമയത്ത് നിങ്ങൾ അഗ്നി പോലെ ജ്വലിച്ച ഒരു വ്യക്തിയായിരിക്കാം, ഇപ്പോഴത് മങ്ങിക്കിടക്കുകയായിരിക്കാം. ഒന്നുകൂടെ കർത്താവ് എന്നെ ഉപയോഗിക്കണമേ. ആ സമർപ്പണമുള്ളവർ നിങ്ങളുടെ പൊക്കിയ കരവുമായി മുന്നോട്ട് കടന്നു വരാം. ഇതിന്റെ ഫ്രണ്ട് സ്റ്റേജിലേക്ക് കടന്നു വരാം. പൂർവ്വപിതാക്കളാം അപ്പോസ്തലർ ദൂരവിദർശിച്ചി ഭാഗ്യദേശം. ഓ പൂർവ്വപിതാക്കളാം അപ്പോസ്തലർ ദൂരവിദർശിച്ചി ഭാഗ്യദേശം. ആകയാൽ ഛേദമെന്നെണ്ണീലാവാം അന്യനെന്നെണ്ണീ ലോകമതിൽ. ആകയാൽ ഛേദമെന്നെണ്ണീലാവാം അന്യനെന്നെണ്ണീ ലോകമതിൽ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും.
കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ടവിടെ എത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും പ്രിയപിതാവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം ഈ ദരിദ്രരുടെ മേലെ അയക്കുമാറാകണമേ. ഒരു അഗ്നിയുടെ അഭിഷേകം അവിടെ മേലെ ഇറക്കണമേ. തരിപ്പുള്ള ജീവിതത്തിലെ പ്രാർത്ഥനയുടെ ജീവിതം, ദൈവത്തോടുള്ള ബന്ധം തുടർമാറാകണമേ. ദൈവശക്തിയുടെ വ്യാപാരം അവരിലേക്ക് ശക്തമായി നീ പാഞ്ഞടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം മാറപ്പെടുവാൻ, അവിടെ സഭകൾ ഒരു വ്യത്യാസം ഉണ്ടാകപ്പെടുവാൻ, വർക്കിനൊരു ചേഞ്ച് ഉണ്ടാകുവാൻ, ഈ ദേശങ്ങൾ ആളിക്കത്തുവാൻ ഇടയാക്കണമേ. അനേക ബ്രാഞ്ചുകൾ ഇതിനെ നാനാഭാഗങ്ങളിലേക്ക് പൊട്ടി പുറപ്പെടാൻ ഇടയാക്കണമേ. ഐ ബ്ലെസ് ദിസ് കൺട്രി യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ.